പ്രധാന വാർത്തകൾ. Flexi Life Easy Electronics and Home Appliances. ശാശ്വതീകാനന്ദയുടെ മരണത്തിലെ ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് പുറത്ത്. അടിയൊഴുക്കിൽപ്പെട്ട് പുഴയിൽ മുങ്ങി മരിച്ചതാണെന്ന് കണ്ടെത്തൽ. ജലസമാധിയായിരുന്നുവെന്ന് സഹായി സുഭാഷ് റിപ്പോർട്ടറോട്. നമ്മുടെ ശരീരത്തിലുള്ള വായു കംപ്ലീറ്റ് നമ്മൾ വെളിയിൽ കളയും. എന്നിട്ട് ഒരു വെള്ളത്തിനടിയിൽ ഇരുന്നിട്ട് വാ തുറക്കാതെ ഒറ്റ പിടിപിടിക്കും മൂക്കിൽ. അന്ത്യനിമിഷങ്ങളിൽ ഡോക്ടർ സോമനൊപ്പമുണ്ടായിരുന്നുവെന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ. തന്റെ പങ്ക് തെളിയിക്കാൻ വെള്ളാപ്പള്ളിയുടെ വെല്ലുവിളി. കുറ്റകരമായ തെറ്റ് ആ കാര്യത്തിൽ സ്വാമിയായി ഞാൻ ഉണ്ടായി എന്ന് പറഞ്ഞാൽ അന്ന് തലയ്ക്ക് മുണ്ടനം നടത്തി ഞാൻ കാശിക്ക് പോയിരിക്കും. നുണപരിശോധനയ്ക്ക് തയ്യാറെന്ന് തുഷാർ. സൂര്യനെല്ലി കേസിൽ പ്രതികൾക്ക് അടിയന്തര ജാമ്യം അനുവദിക്കാൻ കഴിയില്ല എന്ന് സുപ്രീം കോടതി. അവസരമുണ്ടായിട്ടും എന്തുകൊണ്ട് പെൺകുട്ടി രക്ഷപ്പെട്ടില്ല എന്ന് കോടതി. പ്രതികൂല പരാമർശം ഉണ്ടായിട്ടില്ല എന്ന് DGP അസഫ് അലി. കുപ്രസിദ്ധ കുറ്റവാളി ആട് ആന്റണി അറസ്റ്റിൽ. പിടിയിലായത് തമിഴ്നാട് അതിർത്തിയിലെ ഗോപാലപുരത്ത് നിന്ന്. വലയിലായത് 1 മാസത്തെ ഓപ്പറേഷൻ ഒടുവിൽ. ആന്റണി കുറ്റം സംബന്ധിച്ചുവെന്ന് പോലീസ്. അഭിമാന നേട്ടമെന്ന് രമേശ് ചെന്നിത്തല. സുത്യർഹമായ പ്രവർത്തനം കാഴ്ചവെച്ച പാലക്കാട് സ്പെഷ്യൽ ബ്രാഞ്ച് DYSP സുനിൽകുമാർ അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് പാരിതോഷികം ഇന്ന് തന്നെ ഗവൺമെന്റ് പ്രഖ്യാപിക്കും. അതൃപ്തി മൂർച്ഛിപ്പിച്ച് തൃശൂർ കോർപ്പറേഷനിലേക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക. കാരായിമാർക്ക് കെട്ടിവെക്കാൻ കാശ് കൊടുത്ത T. പത്മനാഭനെ വിമർശിച്ച് കോൺഗ്രസ്. ഫസലിന്റെ വിധവയോട് മാപ്പ് പറയണം. അദ്ദേഹത്തെ അല്പമെങ്കിലും പ്രായശ്ചിത്തമുണ്ടെങ്കിൽ ഫസലിന്റെ വിധവയോട്. പ്രചാരണത്തിന് പോകാൻ ജാമ്യവ്യവസ്ഥയിൽ ഇളവ് തേടില്ല എന്ന് കാരായിമാർ. ചവറ KMML അടച്ചിടാൻ നീക്കം. അനിശ്ചിതകാലത്തേക്ക് അടയ്ക്കാൻ നിയമോപദേശം തേടും. ടൈറ്റാനിയം ഡയോക്സൈഡ് വിൽപ്പന മുടങ്ങിയതും കടബാധ്യതയും പ്രവർത്തനത്തെ ബാധിച്ചു. വയനാട്ടിൽ ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങിയ കടുവ ചത്തു. കടുവ ചത്തത് ചികിത്സാശ്രമം പുരോഗമിക്കുന്നതിനിടെ പെരുമ്പാവൂർ വെങ്ങൂർ ഗ്രാമം പുലിപ്പേടി. സുധീന്ദ്ര കുൽക്കർണിയുടെ മുഖത്ത് കരിയോയിലൊഴിച്ച പ്രവർത്തകർക്ക് ശിവസേനയുടെ അഭിനന്ദനം. ഉദ്ധവ് താക്കറെ അക്രമികളെ വിളിച്ചുവരുത്തി ആദരിച്ചു. മന്ത്രിമാരെ പിൻവലിക്കുമെന്ന് സൂചന. സിറിയയിൽ സർക്കാർ വിമതർക്ക് ആയുധം നൽകി അമേരിക്ക. പശ്ചിമ സിറിയയിലെ ഗ്രാമങ്ങൾ തിരിച്ചുപിടിച്ചെന്ന് സിറിയൻ സേന. കഴിഞ്ഞ ദിവസം ആക്രമിച്ച വാഹന വ്യൂഹത്തിൽ IS തലവൻ അബൂബക്കർ ബാഗ്ദാദി ഉണ്ടായിരുന്നില്ലെന്ന് ഇറാഖ് സേനയുടെ തിരുത്ത്. ISL കേരള ബ്ലാസ്റ്റേഴ്സ് അത്ലറ്റികോ കൊൽക്കത്ത മത്സരം തുടങ്ങി. ആദ്യ പകുതിയിൽ കൊൽക്കത്ത 1 ഗോളിന് മുന്നിൽ. മത്സരം കാണാൻ ഇതിഹാസ താരം പെലെയും. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2ാം ഏകദിനം നാളെ ഇൻഡോറിൽ. ധോണിക്ക് ജയം അനിവാര്യം. അബുദാബി ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ പാകിസ്ഥാന് ഭേദപ്പെട്ട തുടക്കം. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി കണ്ണൂരിലേക്ക് പോകാൻ ജാമ്യവ്യവസ്ഥയിൽ ഉടൻ ഇളവ് തേടില്ലെന്ന് കാരായി രാജനും കാരായി ചന്ദ്രശേഖരനും വ്യക്തമാക്കി. ഇതിനിടെ കാരായിമാർക്ക് കെട്ടിവെക്കാൻ കാശുകൊടുത്ത T. പത്മനാഭനെ വിമർശിച്ച് കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തി. A. അശോകനും OK വാസുവും ഇന്ന് CPIM സ്ഥാനാർത്ഥികളായി കണ്ണൂരിൽ പത്രിക സമർപ്പിച്ചു. കൂത്തുപറമ്പ് ബ്ലോക്കിലെ മങ്ങാട്ടിടത്ത് നിന്ന് മത്സരിക്കാനാണ് ഇരുവരും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. OK വാസു ഔദ്യോഗിക സ്ഥാനാർത്ഥിയായും A. അശോകൻ ഡമ്മി സ്ഥാനാർത്ഥിയുമായാണ് പത്രിക നൽകിയത്. സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം OK വാസു പത്രിക പിൻവലിച്ചേക്കും. അഷ്ന വധശ്രമ കേസിൽ അശോകൻ പ്രതിയായ സാഹചര്യത്തിലാണ് ഈ നീക്കം. അതിനിടെ കാരായി രാജന് തെരഞ്ഞെടുപ്പിൽ കെട്ടിവെക്കാൻ കാശ് നൽകിയ സാഹിത്യകാരൻ T. പത്മനാഭനെതിരെ കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തി. നടപടി പൈശാചികമാണെന്ന് പന്തളം സുധാകരൻ പറഞ്ഞു. മലയാളത്തിലെ ഈ പ്രിയപ്പെട്ട സാഹിത്യകാരന്റെ ഈ നടപടി ക്രൂരമാണ്, പൈശാചികമാണ്. CPM കൊലപാതക രാഷ്ട്രീയത്തെ പിണറായി വിജയനേക്കാൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് നേതൃത്വം നൽകുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഫസലിന്റെ ഭാര്യയോട് എഴുത്തുകാരൻ മാപ്പ് പറയണമെന്നായിരുന്നു P. രാമകൃഷ്ണന്റെ പ്രതികരണം. ഫസലിന്റെ വിധവയോട് മാപ്പ് പറയണം. അദ്ദേഹത്തെ അല്പമെങ്കിലും പ്രായശ്ചിത്തമുണ്ടെങ്കിൽ ഫസലിന്റെ വിധവയോട് മാപ്പ് ചോദിക്കണം T. പത്മനാഭൻ. ജനവികാരം മനസ്സിലാക്കി കാരായിമാർ പത്രിക പിൻവലിക്കേണ്ടി വരുമെന്ന് കണ്ണൂർ DCC പ്രസിഡന്റും പ്രതികരിച്ചു. റിപ്പോർട്ടർ കണ്ണൂർ. ഈ വിഷയത്തിൽ ശ്രീ കാരായി രാജൻ, ശ്രീ AN ഷംസീർ, ശ്രീ K. സുരേന്ദ്രൻ, ശ്രീ P. രാമകൃഷ്ണൻ, ശ്രീ KH നാസർ എന്നിവരെ ചർച്ചയിൽ പ്രതീക്ഷിക്കുന്നു. ആദ്യം ശ്രീ കാരായി രാജൻ, താങ്കൾ ഫസൽ വധക്കേസിലെ പ്രതിയാണ്. എറണാകുളം ജില്ല വിട്ടുപോകാൻ താങ്കൾക്ക് അനുമതിയില്ല. കർശന ജാമ്യ വ്യവസ്ഥകളോടെ ഇപ്പോൾ ജാമ്യത്തിലാണ്. ജാമ്യവ്യവസ്ഥയിൽ ഇളവ് തേടി ഹൈക്കോടതി മുതൽ സുപ്രീം കോടതി വരെ പോയി, എങ്കിലും അതിന് ഫലമുണ്ടായിട്ടില്ല. ഇങ്ങനെ ഇരിക്കലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്ന വാശി എന്തിനു വേണ്ടിയാണ്? പറഞ്ഞോളൂ. മുന്നണിയും പാർട്ടിയും തീരുമാനിച്ചതനുസരിച്ചാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തയ്യാറായിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്നുള്ളത് ഒരു പൗരൻ്റെ അവകാശത്തിൽപ്പെട്ടതാണ്. അത് വാശിയുടെ ഭാഗമല്ല. വ്യക്തിപരമായ ഒരു വാശിയോ പാർട്ടിയോ മുന്നണിയോ ഉയർത്തിപ്പിടിക്കുന്ന ഒരു വാശിയായിട്ട് അതിനെ കാണേണ്ടതില്ല. തീർച്ചയായും
പക്ഷേ അത് നൽകുന്ന സന്ദേശം എന്താണ് എന്നുള്ളതാണ് പ്രശ്നം. ഈ കേസിൽ താങ്കൾ കുറ്റവാളിയാണോ അല്ലയോ എന്നുള്ളത് കോടതിയാണ് തീരുമാനിക്കേണ്ടത്. പാർട്ടിക്ക് അതിൽ ബോധ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം. അങ്ങനെ കുറ്റവിമുക്തനാകുന്നത് വരെ താങ്കൾ സമൂഹത്തിൻ്റെ മുന്നിൽ കുറ്റാരോപിതനെങ്കിലുമായിരിക്കും ഏറ്റവും കുറഞ്ഞ പക്ഷം. ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിത്വം, എൻ്റെ സ്ഥാനാർത്ഥിത്വം എന്ത് സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത് എന്നതിനെക്കുറിച്ച് താങ്കൾക്ക് ഒരാശങ്കയുമില്ല? ഇത് ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കുറ്റവാളിയാണോ കുറ്റവാളി അല്ലയോ എന്ന് തീരുമാനിക്കാൻ ജനങ്ങൾക്ക് സാധിക്കുമല്ലോ. പിന്നെ കേസുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലേക്കും പ്രതികരണങ്ങളിലേക്കും കോടതിയിൽ കിടക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് ഞാൻ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായും അതിലേക്ക് കടന്നു പോകാൻ സാധിക്കുകയുമില്ല. ദയവായി തുടരണം. ശ്രീ എൻ ഷംസീർ, ഫസൽ വധക്കേസിലെ 2 പ്രതികൾ, ഷുക്കൂർ വധക്കേസിൽ പ്രതി ചേർക്കപ്പെട്ട ഒരാൾ, അസ്ന വധോദ്യമ കേസിൽ പ്രതിയായ മുൻ BJP നേതാവ്, ഇവരെയൊക്കെ CPIM തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുകയാണ്. കണ്ണൂരിലെ CPIM കേരളത്തിന് ഇതിലൂടെ നൽകുന്ന സന്ദേശം എന്താണ്? ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തെരഞ്ഞെടുപ്പിൽ ഏതൊരു പൗരനും മത്സരിക്കാൻ അവകാശമുണ്ട്. ഒരാൾ കുറ്റവാളിയാണോ അല്ലേ എന്ന് തറയേണ്ടത് ഇപ്പോഴല്ല. അൺടിൽ ഈസ് ഗിൽറ്റി ഈസ് പ്രൂവ്ഡ്. അയാൾ കുറ്റം തെളിയിച്ചു എന്ന് കോടതി കണ്ടെത്തുമ്പോൾ ഒരാൾ കുറ്റവാളിയല്ല. ഇവിടെ നിയമം തന്നെ പറയുന്നത് ഒരാൾ കുറ്റവാളിയാണെന്ന് കണ്ടെത്തുന്ന ശിക്ഷയ്ക്ക് വിധി പറഞ്ഞതിന് ശേഷമാണ്. ഇവിടെ ഈ പറയുന്ന കേസിനകത്ത് ആരും തന്നെ, കാരായി രാജനാവട്ടെ മറ്റ് പ്രതികളെന്ന് ആരോപിക്കപ്പെടുന്നവരാവട്ടെ, അവരാരും തന്നെ ഈ കേസിനകത്തൊന്നും ശിക്ഷിക്കപ്പെട്ടവരല്ല. കേസിനകത്ത് ആരെയും പ്രതി ചേർക്കാം. ഇപ്പോൾ തളിപ്പറമ്പിൽ ഇവിടെ ഒരു കൊലപാതകം നടന്നാൽ ഏതെങ്കിലും ഒരു പോലീസ് ഓഫീസറിന് ഈ അവതാരകനെ അഭിലാഷോട് ദേഷ്യമുണ്ടെങ്കിൽ അഭിലാഷിനെ പ്രതി ചേർക്കാം. പക്ഷെ പ്രതി ചേർത്താൽ എന്താ നമ്മുടെ നിയമത്തിൻ്റെ ഒരു പരിമിതി? നിയമത്തിൻ്റെ ഒരു പരിമിതി, നിങ്ങൾ പ്രതി ചേർക്കപ്പെട്ടാൽ നിയമം നിങ്ങൾക്ക് കോടതിക്കകത്ത് പോയി വാദിച്ച്, നിങ്ങളുടെ വക്കീലിനെ വെച്ച് വാദിച്ച് നിങ്ങൾ കുറ്റമുക്തനാക്കേണ്ടി വരും. അതാണ് സാഹചര്യം. അപ്പം അതുകൊണ്ട് ഇവിടെ കാരായി രാജൻ പ്രതി ചേർക്കപ്പെട്ടത് ഭരണകൂട ഭീകരതയുടെ ഭാഗമാണ്. CBI എന്ന് പറയുന്ന ഭരണ സംവിധാനത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് 2 ജനനേതാക്കന്മാർ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നത്. ഇതിൽ ഷംസീർ, ഞാൻ ഈ കേസിന്റെ വിശദാംശങ്ങളിലേക്ക്, അതിന്റെ വിശദമായ ചർച്ചയിലേക്ക് പോകുന്നതിന് മുൻപ്, ശരി, താങ്കൾ പറഞ്ഞത് അംഗീകരിച്ചു. കോടതി കുറ്റക്കാരനാണ് എന്ന് കാണുന്നത് വരെ, കണ്ടെത്തും വരെ ഒരാളെ കുറ്റവാളി എന്ന് നമ്മളും കാണാൻ പാടില്ല, അത് സമ്മതിച്ചു. പക്ഷേ എന്താണ് നമ്മൾ ജനാധിപത്യത്തിൽ സ്വീകരിക്കുന്ന മര്യാദ? നോക്കൂ, കുറ്റവിമുക്തനായി വരാൻ അവസരമുണ്ട്, അതുവരെ കാത്തിരിക്കാറുണ്ട്. ഇവിടെ അതിനു മുൻപ് CPIM എന്തുകൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. നിയമത്തിൻ്റെ വഴിയിലാണല്ലോ കേസ്. കുറ്റപത്രം CBI കൊടുത്തിട്ടുണ്ടല്ലോ. കോടതിയിൽ നിരപരാധിത്വം ബോധിപ്പിച്ച് അഗ്നിശുദ്ധി വരുത്തി തിരിച്ചു വരാം. എന്തുകൊണ്ട് അതുവരെ കാക്കുന്നില്ല? ഇവിടെ കേസിനകത്ത് പ്രതി ചേർക്കപ്പെട്ടവർ മുമ്പും മത്സരിച്ചിട്ടുണ്ട്. അത് അഭിലാഷിൽ തന്നെ അന്വേഷിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും ആരൊക്കെ മത്സരിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പം കാരായി രാജൻ സാധാരണ ഒരു കുടുംബത്തിൽ പിറന്ന് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ കണ്ണൂരിലെ പ്രമുഖനായ നേതാവ് ഉയർന്നു വന്ന ഒരാളാണ്. അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹം എന്താണ് എന്ന് ഒരു കാര്യം ചെയ്യാം. നിങ്ങൾ ഉൾപ്പെടെ, നിങ്ങളുടെ ചാനൽ ഉൾപ്പെടെ തലശ്ശേരിയിൽ വന്ന് ഒരു റഫറൻഡം നടത്തുക. നിങ്ങൾ കാരായി ചന്ദ്രശേഖരനെക്കുറിച്ചും കാരായി രാജനെക്കുറിച്ചും ജനങ്ങളുടെ അഭിപ്രായം തേടുക. എന്നിട്ട് ജനങ്ങൾ പറയട്ടെ. നിങ്ങൾ പുറത്തുവിട്ട റിപ്പോർട്ട്, ഞങ്ങൾക്ക് ഒരു സാമ്പിൾ സർവേയുമായി തലശ്ശേരിയിൽ പോയി. തലശ്ശേരി പോയപ്പം അവിടുത്തെ ജനങ്ങളിൽ നിന്നുണ്ടായ പ്രതികരണം, ഇവർ കുറ്റവാളികളാണ്, നിങ്ങൾ പുറത്തുവിട്ടോ, ഞങ്ങൾ സ്വാഗതം ചെയ്യാം. ഇവിടെ കാണേണ്ട ഒരു കാര്യം, കഥകളുടെ കുലപതിയാണ് ടി പപ്പേട്ടൻ. പപ്പേട്ടൻ അറിയാം കാരായി രാജൻ എന്താണെന്ന്. അതുകൊണ്ടാണ് പപ്പേട്ടനെ കാണാനും അനുഗ്രഹം തേടാനും കാരായി രാജൻ പോയപ്പം രാഷ്ട്രീയ നേതാക്കൾ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ചരിത്രം എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് CPIMന്റെ വാദം. അത് ഒരർത്ഥത്തിൽ ശരിയുമാണ്. നിയമപരമായി മത്സരിക്കാൻ ഈ ഘട്ടത്തിൽ തടസ്സമൊട്ടില്ലതാനും. എങ്ങനെ കാണുന്നു CPIM ഇവരെ സ്ഥാനാർത്ഥിയാക്കിയതിനെ? വളരെ അപക്വമായിട്ടുള്ള ഒരു നടപടിയായി പോയി. ദൂരവ്യാപകമായ തിരിച്ചടി CPMന് സംഭാവന ചെയ്യാൻ മാത്രമേ ഇത് ഉപകരിക്കുകയുള്ളൂ. ശരിയാണ്, തലശ്ശേരിയിൽ ഒരുപക്ഷെ അയാൾ ജയിക്കുമായിരിക്കും, കാരണം ഒരു പാർട്ടി ഗ്രാമമായതുകൊണ്ട്. അതുകൊണ്ട് ഒരു 1000 സീറ്റെങ്കിലും കേരളത്തിൽ അവർക്ക് നഷ്ടപ്പെടാനാണ് സാധ്യത. ഓരോ ദിവസവും തിരിച്ചടിയിൽ നിന്ന് തിരിച്ചടിയിലേക്ക് അവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും വിവരം കെട്ട അപക്വമതികളായിട്ടുള്ള ഒരു നേതൃത്വമാണല്ലോ ആ പാർട്ടിയെ നയിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണല്ലോ ഇതൊക്കെ സംഭവിക്കുന്നത്. ഇതൊരു അഹങ്കാരമാണിത്, ജനങ്ങളോടുള്ള വെല്ലുവിളിയല്ലേ ഇത്. അതുകൊണ്ട് ഞങ്ങൾക്കതിൽ യാതൊരു ആക്ഷേപവുമില്ല. പക്ഷെ ഇത് ജനാധിപത്യ വ്യവസ്ഥിതിയിൽ ജനങ്ങളെല്ലാം കാണുന്നുണ്ട്. CPMന് ഇതുകൊണ്ട് ഒരു ലാഭവും ഉണ്ടാവാൻ പോകുന്നില്ല എന്ന അഭിലാഷ ഇത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ശ്രീ കാരായി രാജൻ, പാട്ടയത്ത് താങ്കൾ ജയിക്കും എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയവും ഉണ്ടാകാനിടയില്ല. അതുപോലെ തന്നെയാണ് കാരായി ചന്ദ്രശേഖരൻ്റെ കാര്യവും. തലശ്ശേരി നഗരസഭയിൽ നിങ്ങൾ വീണ്ടും അധികാരത്തിലെത്തിയേക്കാം, കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലും അങ്ങനെ തന്നെ ഉണ്ടായേക്കാം. പക്ഷേ
കേരളം ബാക്കി 13 ജില്ലകൾ കൂടിയുള്ള ഒരു സംസ്ഥാനമാണ്. ഈ ഒരു തീരുമാനം ഇന്നിപ്പോൾ യഥാർത്ഥത്തിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലേക്ക് ആര് മത്സരിക്കുന്നു എന്നോ തലശ്ശേരി കോർപ്പറേഷനിലേക്ക് ആര് മത്സരിക്കുന്നു എന്നൊന്നും കേരളം മുഴുവനായി ചർച്ച ചെയ്യേണ്ട കാര്യമേ അല്ല. പക്ഷേ അത് ചർച്ച ചെയ്യപ്പെടുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു. അങ്ങനെ ചർച്ചയാക്കുന്നത് എന്തൊരു മണ്ടത്തരമാണ്. നിങ്ങളുടെ ശത്രു പാർട്ടിയുടെ നേതാവായ കെ സുരേന്ദ്രൻ പോലും ചൂണ്ടിക്കാണിക്കുന്നു എന്തൊരു അബദ്ധമാണ് കാണിച്ചതെന്ന്. മണ്ടത്തരമാണോ അബദ്ധമാണോ എന്നൊക്കെ കാലം തെളിയിക്കട്ടെ. അത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അധികം കാത്തിരിക്കണ്ടല്ലോ. ഏതാനും ആഴ്ചകൾ കാത്തിരുന്നാൽ എന്താണ് സംഭവിക്കുക എന്ന് മനസ്സിലാവും. വിഷയമൊന്നും കിട്ടാതിരിക്കുമ്പോൾ, വിഷയ ദാരിദ്ര്യം ഉണ്ടാകുമ്പോൾ ഇങ്ങനെ പലതും പ്രചരിപ്പിക്കണം. എന്തൊക്കെ വിഷയങ്ങളുണ്ട് ഞാൻ ചോദിക്കട്ടെ. മറ്റ് പാർട്ടികളിലെ ക്രിമിനൽ കേസിലെ പ്രതികൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ടാവുമല്ലോ, ഞങ്ങൾ തെളിയിച്ചു തരാമല്ലോ. എത്ര BJP സ്ഥാനാർത്ഥികളായി വരുന്നവരിൽ ക്രിമിനൽ കേസുകളിൽ പ്രതികളാക്കപ്പെട്ടവർ എത്രയാളുണ്ടാവും എന്ന് കാണിച്ചു തരാൻ പറ്റും. നമ്മുടെ ജില്ലയിൽ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശിക്ഷിക്കപ്പെട്ട പ്രതി അസംബ്ലി മണ്ഡലത്തിൽ മത്സരിച്ചിട്ടുണ്ട്. ഞങ്ങളാരും ആക്ഷേപം ഉന്നയിച്ചിട്ടില്ലല്ലോ. വെറുതെ ഒരു വിഷയം ഒന്നും കിട്ടാതിരിക്കുമ്പോൾ ഇങ്ങനെ വ്യക്തിഹത്യ നടത്താനും CPM പോലുള്ള ഒരു പ്രസ്ഥാനത്തെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും ദുർബലപ്പെടുത്താനുള്ള ഒരു വിഷയമായിട്ട് മാത്രമേ നമ്മൾ ഈ പ്രചരണത്തിനെ കാണുന്നുള്ളൂ. അതൊക്കെ വേഗം അവസാനിക്കും. അല്ല, ഇതിൽ വ്യക്തിഹത്യയുടെ പ്രശ്നം ഉണ്ടോ? ഒരു രാഷ്ട്രീയമായ വിഷയമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്തുകൊണ്ട് കുറ്റവിമുക്തനാകുന്നത് വരെ കാത്തിരിക്കുന്നില്ല എന്ന വളരെ സാമാന്യമായ ഒരു ചോദ്യം അവിടെ ചോദിക്കുകയാണ്. എന്തുകൊണ്ടാണ് കേരളത്തിൽ മുഴുവൻ ഈ വിഷയം കോൺഗ്രസിനും BJPക്കും പ്രചരണം നടത്താനുള്ള ഒരു വിഷയമാക്കി CPIM വിട്ടുകൊടുക്കുന്നത്? എന്തുകൊണ്ടാണ്? താങ്കൾ സൂചിപ്പിച്ചതുപോലെ മറ്റൊരുപാട് വിഷയങ്ങളുണ്ട് കേരളം ചർച്ച ചെയ്യുന്ന. ഒട്ടനേകം വിഷയങ്ങൾ സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഭരിക്കുന്നത് UDFുമാണ്. അങ്ങനെ ഇരിക്കെ അവർക്കൊരായുധം കൊടുക്കുന്നത് എന്തുകൊണ്ട്? അല്ല, ആയുധം ഇതല്ലെങ്കിൽ മറ്റൊന്ന് ഇവരെടുത്ത് ഉപയോഗിക്കുമായിരിക്കും. പക്ഷേ ഇതൊരു വിഷയം അവർക്ക് കിട്ടി, അത് ഇതല്ലെങ്കിൽ മറ്റൊരു വിഷയം ഉപയോഗപ്പെടുത്തി കടന്നാക്രമണം നടത്തും. അങ്ങനെയാണല്ലോ ഉണ്ടായിട്ടുള്ളത്. ശരി, തുടരുക. ശ്രീ AN ഷംസീർ, ഇതിപ്പോൾ CPIMന്റെ കണ്ണൂർ ജില്ലാ നേതൃത്വത്തിൻ്റെ തീരുമാനമാണല്ലോ. കണ്ണൂരിനപ്പുറവും കേരളമുണ്ട്. പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ട നിരവധി വിഷയങ്ങളുള്ള തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ ഒരു വിഷയം യഥാർത്ഥത്തിൽ നിങ്ങളുടെ എതിരാളികൾക്ക് കൊണ്ടുപോയി കൊടുക്കുകയാണ്. കാരായി ചന്ദ്രശേഖരനോ കാരായി രാജനോ ഒരു തെരഞ്ഞെടുപ്പ് കൂടി കാത്തിരുന്നതിന് ശേഷം അവർക്കൊരവസരം കൊടുക്കുക എന്നുള്ളത് അത്ര വലിയ കാര്യമൊന്നുമല്ല. കുറ്റവിമുക്തരാകും എന്ന് പാർട്ടിക്ക് ഉറപ്പുണ്ടെങ്കിൽ കുറ്റവിമുക്തരായതിനു ശേഷം ഇനി നഗരസഭയിലേക്കെന്നല്ല നിയമസഭയിലേക്ക് തന്നെ അവസരം കൊടുക്കാം. ആർക്കും അക്കാര്യത്തിൽ ഒരു തർക്കവും ഉണ്ടാകാനിടയില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട ഒരു പരിധിവരെയെങ്കിലും തീരുമാനിക്കുന്ന വിധത്തിലേക്ക് ഇങ്ങനെ ഒരു തീരുമാനം എന്തായാലും CPIM എടുത്തിരിക്കുന്നുവല്ലോ. കണ്ണൂരിലെ നേതൃത്വം തീർച്ചയായും ആലോചിച്ചെടുത്തതുമാകും. ആ തീരുമാനത്തിൻ്റെ പിന്നിലുള്ള പൊരുൾ എന്താണ്? അഭിലാഷ്, ഇതാണോ തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട? ഒരു കൊലപാതകത്തിൽ നിങ്ങളിപ്പം പറയുന്നുണ്ട് ഇത് വിഷയം കാരായിമാരെ കുറിച്ച് ചർച്ച ചെയ്യണം. ശരി, ചർച്ച ചെയ്യാം. കാരായിമാരെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ കാരായിമാർ എങ്ങനെയാണ് പ്രതി ചേർക്കപ്പെട്ടത് അത് ചർച്ച ചെയ്യണ്ടേ? ഫസലിന്റെ കേസിനെ പറ്റി പറയുമ്പോൾ അതിനെപ്പറ്റി മിണ്ടാൻ പാടില്ല. കാരായിമാരെ പറ്റി മാത്രം പറയണം. അവർ ഏത് കേസിലാണ് പ്രതി ചേർക്കപ്പെട്ടത്? അവർ പ്രതി ചേർക്കപ്പെട്ട കേസ് ഫസൽ വധക്കേസാണെങ്കിൽ ആ ഫസൽ വധക്കേസുമായി ബന്ധപ്പെട്ട് അതിലെ ചില തെളിവുകൾ പുറത്തു വന്നു. നടത്തിയവരാരാണെന്ന് പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടു. അത് RSSകാരാണ്. അത് ചർച്ച ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ പറയും അത് ചർച്ച ചെയ്യാൻ പാടില്ല. അത് ചർച്ച ചെയ്തു. എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങളെ സംബന്ധിച്ച് ശരി, ഇനി ഫസൽ വധക്കേസിന്റെ പൊരുൾ എന്താണ് എന്നത് സംബന്ധിച്ചും ചർച്ചയാകാം. ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ RSSലെ ചില ഉൾപിരിവുകളുടെ ഭാഗമായി പുതിയ വെളിപ്പെടുത്തലുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കോടതിയെ ബോധ്യപ്പെടുത്തി നിയമപരമായി പുറത്തു വരുന്നതിന് എന്താണ് തടസ്സം? അഭിലാഷ്, ആരാണ് പറഞ്ഞത്? ഞങ്ങൾ നിയമപരമായ പോരാട്ടത്തിലാണ്. നിയമത്തിന്റെ എല്ലാ സാധ്യതകളും ഈ രണ്ട് നേതാക്കന്മാരുടെ കാര്യത്തിൽ പാർട്ടി സ്വീകരിച്ചുകൊണ്ടിരിക്കുക. അതിന് നിയമയുദ്ധം ഏതറ്റം വരെയും ഞങ്ങൾ നടത്തും. എത്ര ലക്ഷക്കണക്കിന് രൂപ ചെലവ് ചെയ്യേണ്ടി വന്നാൽ അത് ജനങ്ങളിൽ നിന്ന് സ്വരൂപിച്ചെടുത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റ് ഈ രണ്ട് നേതാക്കന്മാരെ കുറ്റവിമുക്തമാക്കാനുള്ള പോരാട്ടത്തിൽ ഏർപ്പെടുത്തും. പക്ഷെ ഇവിടെ നിന്ന് ഉയരുന്ന ചോദ്യമുണ്ട്, കേസിൽ പ്രതി ചേർക്കപ്പെട്ടവർ മത്സരിക്കാൻ പാടില്ല എന്ന് ഏതെങ്കിലും നിയമം പറഞ്ഞിട്ടുണ്ടോ? ഇനി ഈ പറയുന്ന നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്കെന്താ? കുറ്റവിമുക്തമാക്കുന്നവരെ കാത്തു നിന്നൂടെ? പൊതുസമൂഹത്തോട് വെല്ലുവിളിയാണെന്നൊക്കെ. ആരാണ് പൊതുസമൂഹത്തെ വെല്ലുവിളിച്ചത്? ആർക്കാണ് പൊതുസമൂഹത്തിന്റെ ഈ പൾസ് റേറ്റ് മനസ്സിലാക്കാൻ സാധിക്കുന്ന മീറ്റർ ആരുടെയും കയ്യിലുണ്ടോ? പൊതുസമൂഹത്തിന്റെ അഭിപ്രായം പറയേണ്ട ആൾ കെ സുരേന്ദ്രനല്ല. ഈ അഭിപ്രായം പറഞ്ഞ കെ സുരേന്ദ്രൻ ആരാ? അദ്ദേഹത്തിന്റെ പാർട്ടി അമിത്ഷായും നരേന്ദ്രമോദിയും ആരാ? എന്താ അഭിലാഷ് നിങ്ങൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാത്തത്? ഗുജറാത്തിൽ ആയിരക്കണക്കിന് മതന്യൂനപക്ഷങ്ങളെ കൊന്നൊടുക്കിയ വിശദാംശങ്ങളിലേക്ക് പോകുന്നു. ശ്രീ കെ സുരേന്ദ്രൻ, കണ്ണൂർ DCC പ്രസിഡന്റ്, കോൺഗ്രസ് നേതാവായ കെ സുരേന്ദ്രൻ കൂടി ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ശ്രീ കെ സുരേന്ദ്രൻ, കണ്ണൂരിൽ
രണ്ട് പ്രധാനപ്പെട്ട നേതാക്കളെ CPIM-ന്റെ കാരായി ചന്ദ്രശേഖരനെയും കാരായി രാജനെയും അവർ ഇപ്പോൾ കേസിൽ പ്രതികളാണ് എങ്കിലും മത്സരിപ്പിക്കാൻ CPIM തീരുമാനിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ പക്ഷത്തുള്ള നേതാക്കൾ അതിനെ വലിയ തോതിൽ ഒരു പ്രചരണ വിഷയമാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? കണ്ണൂരിലെ തെരഞ്ഞെടുപ്പിലെ ഒരു അജണ്ട അതായിരിക്കുമോ? തീർച്ചയായും ആ കാര്യത്തിൽ യാതൊരു സംശയമില്ലല്ലോ. കണ്ണൂരിലെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത് CPM ഇപ്പം ഇവിടെ കാട്ടിയിരിക്കുന്ന ഏറ്റവും തെറ്റായ ഒരു സമീപനം തന്നെയാണ്. ജനാധിപത്യ പ്രക്രിയയിൽ ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത രീതിയിൽ ജയിലറകളിൽ നിന്ന് കൊണ്ടുവന്ന് മത്സരിപ്പിക്കാനുള്ള CPM-ന്റെ ആ തീരുമാനം പ്രാകൃതമാണ് എന്ന് പറയാതെ വയ്യ. അല്ല, അവർ അതിൽ ജനകീയ കോടതിയിൽ പാട്യത്ത് വിജയിപ്പിച്ച് കാണിച്ചു തരാം, അല്ലെങ്കിൽ തലശ്ശേരി നഗരസഭാ വാർഡിൽ വിജയിപ്പിച്ച് കാണിച്ചു തരാം, ജനകീയ കോടതിയിൽ വിജയിപ്പിച്ച് കാണിച്ചു തരാം, അങ്ങനെ രാഷ്ട്രീയമായ ഒരു തീരുമാനമാണ്. അതാണ് CPM-ന്റെ ധിക്കാരം എന്ന് പറയുന്നത്. CPM ഇപ്പോൾ കാണിക്കുന്നത് ധിക്കാരമാണ്. ജനകീയ കോടതി എന്ന് പറയുന്നത് ഏതാണ്? ജനകീയ കോടതി എന്ന് പറയുന്നത് CPM-ന് ഭൂരിപക്ഷമുള്ള കൊട്ടക്കൊത്തളങ്ങളായ കണ്ണൂർ ജില്ലയിലെ ചില ഗ്രാമങ്ങൾ അടങ്ങിയ പ്രദേശമാണ് അവർ തെരഞ്ഞെടുത്തിരിക്കുന്നത്. പാട്യം എന്ന് പറയുന്ന പ്രദേശം CPM-ന്റെ കൊട്ടക്കൊത്തളമാണ്. അവിടെ മറ്റൊരു പാർട്ടിക്ക് കടന്നു പോകാൻ പോലും കഴിയാത്ത രീതിയിൽ ഗ്രാമങ്ങളാക്കി, കുത്തകയാക്കി, ക്രിമിനൽ രാഷ്ട്രീയത്തിന്റെ സംവിധാനം ഉണ്ടാക്കിയ ഒരു സ്ഥലത്താണ് ഈ ജയിലറകളിൽ കഴിയുന്നവരെ തിരിച്ചു കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്നത്. അത് ജനകീയ കോടതിയാണെന്ന് ഒരിക്കലും കണ്ടെത്താൻ കഴിയില്ല. കോടതി രാജ്യത്ത് ഒന്നേ ഉള്ളൂ. ആ കോടതി നിലവിലുള്ള ജുഡീഷ്യറി എന്ന് പറയുന്ന നീതി ന്യായ മേഖലയിലെ സുപ്രധാനമായ ഒരു പ്രസ്ഥാനമാണ്. അതല്ലാതെ ഇവര് പറയുന്ന ജനകീയ കോടതി, CPM കോടതി വേറെ, പാർട്ടി കോടതി വേറെ, അങ്ങനെ ഒരു കോടതി രാജ്യത്ത് ജനങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ശരി, തുടരുക ശ്രീ കെ സുരേന്ദ്രൻ. ഇപ്പോൾ ശ്രീ KH നാസർ, പോപ്പുലർ ഫ്രണ്ട് നേതാവ്, അദ്ദേഹം കൂടി ചർച്ചയിൽ പങ്കെടുക്കുന്നു. ശ്രീ നാസർ, ഇവിടെ കാരായി ചന്ദ്രശേഖരനെയും കാരായി രാജനെയും CPIM മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറിയുവിനെ മത്സരിപ്പിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. തലശ്ശേരി നഗരസഭയിലേക്ക് സാധാരണഗതിയിൽ CPIM-ന് ജയിക്കാൻ പറ്റുന്ന ഒരിടമാണ്. ഇങ്ങനെ ഒരു പരീക്ഷണം നടത്തി എന്തെങ്കിലും നേട്ടമുണ്ടാക്കാമെന്ന് ആത്മാർത്ഥമായി കരുതുന്നുണ്ടോ? തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ വേണ്ടി തന്നെയാണല്ലോ മത്സരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇവിടെ ഉയർന്നു വന്നിട്ടുള്ള പ്രശ്നം, ഇപ്പോൾ ഫസൽ വധക്കേസിലെ പ്രതികളായ കാരായി ചന്ദ്രശേഖരൻ, കാരായി രാജൻ എന്നീ രണ്ടുപേരെ അവർ പ്രതികളായിരിക്കെ ആ കേസിൽ അന്തിമവിധി വന്നിട്ടില്ലാതിരിക്കെ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജനകീയ സമിതി ഉണ്ടാക്കുക എന്ന ഒരു CPM-ന്റെ തീരുമാനമാണ് ഇപ്പോൾ ഇവിടെ വിവാദമായിരിക്കുന്നത്. CPM സ്വയം സൃഷ്ടിച്ച ഒരു പത്മവ്യൂഹത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ന് ഞാൻ പറയുന്നില്ല, തല പുറത്തേക്കെങ്കിലും എടുക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ തന്ത്രപരമായ ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണിത്. പക്ഷേ ഇത് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നേരത്തെ ഷംസീർ ചൂണ്ടിക്കാണിച്ചതുപോലെ നമ്മൾ ഫസൽ വധക്കേസിൻ്റെ നാൾവഴികളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കേണ്ടതുണ്ട്. ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോഴാണ് 2006 ഒക്ടോബർ 22 ഒരു പെരുന്നാൾ തലേന്ന് ഫസൽ കൊല്ലപ്പെടുന്നത് തലശ്ശേരിയിലെ തെരുവിൽ വെച്ച്. പിന്നീട് പോലീസ് അന്വേഷിക്കുന്നു. ആദ്യത്തെ അന്വേഷണ സംഘത്തെ ആദ്യത്തെ അന്വേഷണ സംഘത്തെ നയിച്ച CI-യിൽ നിന്ന് പിന്നീട് 13 ദിവസം കഴിയുമ്പോഴേക്കും മറ്റൊരു അന്വേഷണ സംഘത്തിലേക്ക് അന്വേഷണ ചുമതല മാറുകയാണ്. ഈ അന്വേഷണം 6ഓളം അന്വേഷണ സംഘങ്ങളെ ഫസൽ വധക്കേസുമായി ബന്ധപ്പെട്ട് മാറ്റിയിട്ടുണ്ട്. ഇങ്ങനെ മാറ്റുന്നത് സാധാരണ രീതിയിൽ രണ്ട് കാരണങ്ങളാൽ ഇങ്ങനെ അന്വേഷണ സംഘങ്ങളെ മാറ്റാം. ഒന്നുകിൽ വാദിഭാഗത്തിൻ്റെ സമ്മർദ്ദമുണ്ടാകണം, അല്ലെങ്കിൽ പ്രതികൾ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമ്മർദ്ദത്തിൻ്റെ ഭാഗമായി, അല്ലെങ്കിൽ പ്രതികൾ പിടിക്കപ്പെടാത്തൊരു സാഹചര്യത്തിൽ പോലീസിന് തന്നെ ഒരു അഭിമാന പ്രശ്നമായി കണ്ടെടുത്തുകൊണ്ട് ആഭ്യന്തര വകുപ്പിന് അന്വേഷണ സംഘത്തെ മാറ്റാം. പക്ഷേ ഇതൊന്നുമല്ലാതെ പ്രതികൾ പലപ്പോഴും CPM-ന്റെ പ്രവർത്തകരിലേക്ക് തെളിവുകൾ നീണ്ടു ചെല്ലുന്നു. CPM പ്രവർത്തകർ പ്രതികളായി പിടിക്കപ്പെടുമെന്ന ഘട്ടമെത്തുമ്പോഴാണ് പലപ്പോഴും അന്വേഷണ സംഘത്തെ മാറ്റിയിട്ടുള്ളത്. ഇവിടെ ഒരു വസ്തുതയുണ്ട്. ഇതിന് NDF പ്രവർത്തകനായിരുന്ന ഫസലുവിൻ്റെ വിധവ മറിയുവിന് അന്ന് ഞങ്ങളുടെ സംഘടന നിയമസഹായം നൽകുകയും അതിൻ്റെ ഫലമായി CBI അന്വേഷണം ആവശ്യപ്പെടുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ CBI അന്വേഷണം ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ CBI അന്വേഷണത്തെ തടയിടാൻ പലപ്പോഴും CPM നേതൃത്വം നൽകുന്ന സർക്കാർ ശ്രമിച്ചിരുന്നു എന്നാണ്. അന്ന് കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രി. ഒടുവിൽ ക്രൈംബ്രാഞ്ചും അതിനുശേഷമുള്ള അന്വേഷണ സംഘങ്ങളും പ്രതികളെ കണ്ടെത്തുമെന്ന അവസ്ഥ വന്നപ്പോൾ, CBI അന്വേഷണം കോടതി അംഗീകരിക്കുമെന്ന ഒരവസ്ഥ വന്നപ്പോഴാണ് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന രീതിയിൽ 4 CPM പ്രവർത്തകരായ 4 പ്രതികൾ അറസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ആദ്യം മറുപടി പറയാം. നമ്മൾ നോക്കുക, കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോഴാണ് CPM-ന്റെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുന്നത്. അന്ന് ആ അന്വേഷണ സംഘം കണ്ടെത്തിയതിനേക്കാൾ പുതുതായി കൂടുതലായി എന്തെങ്കിലും CBI കണ്ടെത്തി എന്ന് തോന്നുന്നില്ല. മറിച്ച് ഈ അവസാനം പറഞ്ഞ 2 പേരെ, ഇപ്പോൾ കണ്ണൂരിൽ മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന 2 പേരെ ഗൂഢാലോചനയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് CBI അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ഈ കേസിലുണ്ടായിട്ടുള്ള
പുതിയ ഒരു സംഭവവികാസം. ബാക്കി എല്ലാ സംഗതികളും നേരത്തെ അന്വേഷണ സംഘം കണ്ടെത്തിയത് തന്നെയാണ്. ഇവിടെ CPM-ന്റെ നിലപാടാണ് പ്രശ്നം. ഈ കേസ് CBI അന്വേഷിക്കാതിരിക്കാൻ വേണ്ടി കേരള ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ചിലും അതിനുശേഷം സുപ്രീം കോടതിയിൽ ഏറ്റവും പ്രമുഖനായ നാഗേശ്വര റാവു എന്ന അഭിഭാഷകനാണ് സർക്കാർ ചെലവിൽ CPM പ്രവർത്തകർക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത്. താങ്കൾ ഈ കേസിന്റെ ചരിത്രമാണ് പറഞ്ഞാൽ താങ്കളിലേക്ക് മടങ്ങി വരാം. ഇപ്പോൾ ശ്രീമതി CH മറിയു കൈവട്ടം വാർഡിലെ SDPI-യുടെ സ്ഥാനാർത്ഥിയും ഫസലിന്റെ ഭാര്യയുമാണ്. മറിയു മത്സരിക്കാൻ നേരത്തെ തന്നെ തീരുമാനിച്ചതാണോ അതോ തലശ്ശേരി നഗരസഭയിൽ കാരായി ചന്ദ്രശേഖരനെ മത്സരിപ്പിക്കാൻ CPIM തീരുമാനിച്ചതിന്റെ പ്രതികരണം എന്ന നിലയിൽ മത്സരിക്കുന്നതാണോ? ചന്ദ്രശേഖരന്റെ ഇതിൽ ഞാൻ എതിർത്തായിട്ട് മത്സരിക്കാൻ ഞാൻ തയ്യാറായതാണ്. എൻ്റെ പാർട്ടി സംബന്ധമായിട്ടാണ് ഞാൻ ഇതിൽ മുൻകൈ എടുത്തത്. എന്തുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ ചന്ദ്രശേഖരനെതിരെ തന്നെ മത്സരിക്കാത്തത്? അതെ, ചന്ദ്രശേഖരനെതിരായിട്ട് തന്നെയാണ് മത്സരിക്കുന്നത്. എൻ്റെ വാർഡിൽ തന്നെ അവരെ വെക്കുന്നതാണ് എനിക്ക് ഏറ്റവും നല്ലത്. അവര് മുൻപേ CPM അവര് എന്താ പറയാ അവര് സീറ്റ് എടുത്ത സ്ഥലം തന്നെയാണല്ലോ അവിടെ. കൈവട്ടം സ്ഥലത്ത് അവരെന്നെയാണല്ലോ സീറ്റ് എടുത്തത്. അപ്പൊ ആ സ്ഥലത്ത് തന്നെയാണ് ഞാൻ ഇപ്പം മത്സരിക്കുന്നത്. അവിടെ തന്നെ അവരും ഇരുന്നിട്ട് മത്സരിക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. ജയിക്കണം ജയിക്കണം എന്ന് പറയാന് അല്ല, എന്താണ് ജനങ്ങളോട് പറയുന്നത്? ഇപ്പോൾ മുൻപ് ഒരു വീട്ടമ്മയായിരുന്നു, തെരഞ്ഞെടുപ്പ് രംഗത്തേക്കൊക്കെ ഇത് ആദ്യമായി ഇറങ്ങുകയാണ്. തീർച്ചയായും ഇതിൻ്റെ കേസുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്, അലഞ്ഞിട്ടുണ്ട്, അതിൻ്റെ പരിചയമൊക്കെ ഉണ്ടാകും. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം എന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണ്? അവരെന്ന് വെച്ചാല് എല്ലാത്തിനും ഒരു മുൻകൈ എടുത്ത് മുന്നോട്ട് അവർക്ക് ജാമ്യം കിട്ടണോ എന്നുള്ള ഇതിലാണ് ജനാധിപത്യത്തിന്റെ മുന്നിൽ അവർ തെളിയിക്കണം എന്നുള്ള ഒരു ധാരണയാണല്ലോ അവരുടെ അടുത്ത്. അല്ലേ? അതുകൊണ്ട് മത്സരിക്കുന്നുവെന്ന് ദയവായി ടെലിഫോൺ ലൈനിൽ തുടരണം. അതെ, മനസ്സിലായി. ശ്രീ AN ഷംസീർ, ഈ നിലയിലേക്കൊക്കെ യഥാർത്ഥത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് ചർച്ച ഉണ്ടാക്കേണ്ട കാര്യം ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് ബുദ്ധിപൂർവ്വം ആലോചിച്ചാൽ ഉണ്ടോ? ഇങ്ങനെ ഒരു രാഷ്ട്രീയ വിഷയം നിങ്ങളുടെ എതിരാളികൾക്ക് സമ്മാനിച്ചതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും നേട്ടമുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇവിടെ കേസിൻ്റെ ചരിത്രം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. CPM അത് ഭരിച്ചിരുന്ന കാലത്ത് തന്നെ ഏറ്റവും ഡെസ്പറേറ്റ് ആയിട്ട് ശ്രമിച്ചതായിരുന്നു ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ. പല തവണ അന്വേഷണ സംഘ തലവന്മാർ മാറി വന്നു. ഹൈക്കോടതി ആവർത്തിച്ച് ചോദിച്ചു, SIT ഉണ്ട് എന്ന് പറഞ്ഞു. ഒടുവിൽ ഹൈക്കോടതി CBI അന്വേഷണത്തിന് ഉത്തരവിട്ടപ്പോൾ ഡിവിഷൻ ബെഞ്ചിൽ പോയി. അവിടെ നിന്നും ശരിയായ വിധി നിങ്ങളെ സംബന്ധിച്ച് അനുകൂലമായ വിധി ലഭിക്കാത്തതിനെ തുടർന്ന് സുപ്രീം കോടതിയിൽ പോയി, അവിടെയും പരാജയപ്പെട്ടു. ഇങ്ങനെ CPIM-ന്റെ ഡെസ്പറേഷൻ ഈ കേസിൽ വളരെ വ്യക്തമാണ് താൻ. അല്ല, അതിൽ രണ്ട് കാര്യം എനിക്ക് ആദ്യം പറയേണ്ടതുണ്ട് അഭിലാഷ്. ഇവിടെ വന്ന് K. സുരേന്ദ്രൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു. കേസിൽ പ്രതി ചേർക്കപ്പെട്ടവർ മത്സരിക്കുന്നതിൻ്റെ ധാർമ്മികതയെക്കുറിച്ച്. 96-ൽ കണ്ണൂർ അസംബ്ലി മണ്ഡലത്തിൽ K. സുധാകരൻ മത്സരിക്കുമ്പോൾ അദ്ദേഹം നാൽപ്പാടി വാസു വധക്കേസിൽ പ്രതിയാണ്. EP ജയരാജനെ വെടിവെച്ചു കൊല്ലാൻ ശ്രമിച്ച വധശ്രമക്കേസിൽ പ്രതിയാണ്. അന്ന് ഒരാളും തന്നെ ധാർമ്മികത ഉയർത്തിയില്ല. ഒന്ന്. രണ്ടാമത്, കുഞ്ഞാലിയെ വെടിവെച്ചു കൊന്ന കേസിൽ ആര്യാഡ് മുഹമ്മദ് മത്സരിച്ചപ്പം ധാർമ്മികതയെക്കുറിച്ച് ആരും മിണ്ടിയില്ലല്ലോ. 1984 ഒക്ടോബർ മാസം 31-ാം തീയതി ഇന്ദിരാഗാന്ധിയെ വെടിവെച്ചു കൊന്നതിനെ തുടർന്ന് രാജ്യത്തരങ്ങേറിയ സിഖു വംശഹത്യ. ആ സിഖു വംശഹത്യ കേസിൽ പ്രതികളായ ജഗദീഷ് ടൈറ്റ്ലറും അതുപോലെ തന്നെ HK ഭഗത്തിനെയും കേന്ദ്രമന്ത്രിമാരായി വാഴിച്ചപ്പോൾ ധാർമ്മികതയെക്കുറിച്ച് ആരും മിണ്ടിയില്ലല്ലോ. എന്താ ഇപ്പം മാത്രം ധാർമ്മികത? ഇവിടെയാണ് ഞാൻ പറയുന്നത്, ഇതൊരു പ്ലോട്ടാണ്. ഈ റിപ്പോർട്ടർ പോലുള്ള മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ചാനൽ, ജനാധിപത്യത്തിനകത്ത് സെക്യുലറിസം എന്ന മൂല്യത്തിന് പ്രാമുഖ്യം കൊടുക്കുന്ന ഒരു ചാനൽ സെക്യുലറിസം ദുർബലപ്പെടുത്താൻ വേണ്ടി ഇത്തരം ചർച്ചകൾ ഓപ്പൺ ചെയ്യുന്നത് പൊതുവിൽ ഗുണം ചെയ്യില്ല എന്ന് മാത്രമേ എനിക്കത് പറയാനുള്ളൂ. അതോടൊപ്പം ഇവിടെ പറഞ്ഞ ഒരു ടെലിവിഷൻ ചാനൽ സൃഷ്ടിച്ചതല്ലോ ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് വിഷയം ഉണ്ടാക്കിയത് നിങ്ങൾ തന്നെയല്ലേ ശ്രീ AN ഷംസീർ? അത് ചർച്ച ചെയ്യുന്ന മാധ്യമങ്ങൾക്കാണോ കുഴപ്പം? ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. BJP-യുടെ ശ്രീ K. സുരേന്ദ്രൻ ടെലിഫോൺ ലൈനിൽ. ശ്രീ K. സുരേന്ദ്രൻ, ഇത്തരത്തിൽ കേസുകളിൽ പ്രതിയാക്കപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ മത്സരിക്കുക എന്നുള്ളത് പുതുമയെ അല്ല എന്ന CPIM-ന്റെ നിലപാട് അവിടെ നിൽക്കുന്നു. രാഷ്ട്രീയ നേതാക്കൾ തെരഞ്ഞെടുപ്പ് മത്സരരംഗത്തേക്ക് പോകുമ്പോൾ അവർ കേസുകളിൽ പ്രതി ചേർക്കപ്പെട്ട മുൻ ചരിത്രം എന്നുള്ളത് രാഷ്ട്രീയ നേതാക്കളെ സംബന്ധിച്ച് കേസുകൾ ഉണ്ടാവുക എന്നുള്ളത് സാധാരണമായ സംഗതിയാണല്ലോ. സമരങ്ങൾ നടത്തുക, കേസുകളിൽ പ്രതിയാവുക, ഇതൊക്കെ ഒരു പുതിയ സംഗതിയേ അല്ല. ഇപ്പോൾ ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ്
മുന്നിൽ നിൽക്കുമ്പോൾ CPIM ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാനുള്ള സാഹചര്യം അവരെ സംബന്ധിച്ച് ആഭ്യന്തരമായ സാഹചര്യങ്ങളായിരിക്കാം. മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ അതിൽ എന്തുകൊണ്ട് ആകുലപ്പെടണം? അല്ല, ഒരാകുലതയില്ല. കാരണം ഇപ്പൊ ഫസലിന്റെ വിധവയുടെ വാക്കുകൾ മാത്രം മതി. പിന്നെ അഭിലാഷേ, CPIM പാർട്ടി എവിടേക്കാണ് പോകുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഞങ്ങൾക്കൊരാകുലതയുമില്ല. ഞങ്ങളത് ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ചെയ്തത്. CPIM എന്ന് പറയുന്ന ഒരു പാർട്ടി ഈ അവസാന ഘട്ടത്തിൽ, അതായത് പതനത്തിന്റെ അവസാന ഘട്ടത്തിലും കാണിക്കുന്ന ഒരു അഹങ്കാരം ഉണ്ടല്ലോ, ഒരു ധാർഷ്ട്യം ഉണ്ടല്ലോ. ഈ ഷംസീറിനെ പോലുള്ള ആളുകളെ നിങ്ങൾ എല്ലാ ദിവസവും തെരഞ്ഞെടുപ്പ് ചർച്ചയ്ക്ക് വിളിക്കണം എന്നാണ് എന്റെ അഭിപ്രായം. കാരണം തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ഷംസീറിനെ പോലുള്ള ആളുകളെ നിങ്ങൾ വിളിച്ചുകൊണ്ടേയിരിക്കണം. അത്രയും വോട്ട് കുറഞ്ഞ് CPM-ന് പോകും. അതാണ് കേരള സമൂഹത്തിൽ ജനങ്ങളെ അവർ ഭയപ്പെടുന്നില്ല, ജനാധിപത്യത്തിൽ അവർക്ക് വിശ്വാസമില്ല. ഇപ്പോഴും പഴയ സ്റ്റാലിനിസ്റ്റ് രീതിയിൽ അവർ പോകുന്നു എന്നുള്ളതിന്റെ തെളിവാണിത്. എന്തെല്ലാം കള്ളപ്രചരണം. ഈ വർഗീയതയെ കുറിച്ച് പറഞ്ഞു. ഈ ഫസലിനെ കൊന്നത് എന്തിനായിരുന്നു എന്നറിയോ? അവിടെ കലാപം ഉണ്ടാക്കാൻ വേണ്ടിയായിരുന്നു. SDPI-യും RSS-ഉം BJP-യും തമ്മിൽ അവിടെ സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടിയായിരുന്നു. കേസിന്റെ ആദ്യഘട്ടത്തിൽ RSS-ലേക്കാണ് അന്വേഷണം പോയത്. ആഭ്യന്തരമന്ത്രി മനഃപൂർവ്വം അങ്ങനെ കൊണ്ടുപോയതാണ്. ഫസലിന്റെ പാർട്ടിക്കാർക്കും അവരുടെ വിധവയ്ക്കും ബോധ്യമായതുകൊണ്ടാണ് അവർ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയിൽ പോയത്. വലിയ കലാപങ്ങൾ അവിടെ നടക്കുമായിരുന്നു പഴയ കാലത്തതുപോലെ. എന്തൊരു പാർട്ടിയാണിത്! എന്നിട്ട് ഇതേ കാരായി രാജൻ അവിടെ പള്ളിയുടെ മുമ്പിൽ പോയിട്ട് അന്ന് പ്രസംഗിച്ചതിന്റെ നിങ്ങൾ ഇന്ത്യ വിഷനൊക്കെ അന്നത്തെ വാർത്ത യൂട്യൂബിൽ ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തുമാത്രം മതേതര പ്രസംഗമാണ് നടത്തിയത്! ഇത് ഏത് കാലഘട്ടത്തിലേക്കാണ് CPIM കേരളത്തിൽ? ശരി, അതാണ് ശ്രീ കാരായി രാജൻ. ജനരോഷം മനസ്സിലാക്കി പത്രിക പിൻവലിക്കുന്ന ദിവസമെങ്കിലും താങ്കൾ പിന്മാറും എന്നാണ് കോൺഗ്രസ് DCC പ്രസിഡന്റ് അല്പസമയം മുൻപ് ഞങ്ങളോട് പറയുകയുണ്ടായത്. അങ്ങനെ ഈ സാഹചര്യം മനസ്സിലാക്കി ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് പിന്മാറും അല്ലെങ്കിൽ പിന്മാറണം എന്ന തോന്നൽ എപ്പോഴെങ്കിലും ഉണ്ടോ? അങ്ങനെ ഒരു തോന്നലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഇതൊക്കെ സുരേന്ദ്രനും അതുപോലുള്ള ആളുകൾക്കും തോന്നുന്ന രാഷ്ട്രീയ വിരോധത്തിൻ്റെ ഭാഗമായിട്ടുള്ള വെളിപാടുകളെന്നല്ലാതെ ജനരോഷമൊന്നും ആ ജില്ലയിലില്ല. ഞാൻ പറയുന്നത് യഥാർത്ഥ സംഭവത്തെ സംബന്ധിച്ച് NDF-ൻ്റെ പ്രവർത്തകർക്കും നേതാക്കൾക്കും ഇന്നറിയാം എന്ന് ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. ഒരു കാര്യം, കാത്തിടത്തോളം ആരും കാത്തു നിൽക്കേണ്ടി വരില്ല. ഇന്ന് വേട്ടയാടിക്കൊണ്ടിരിക്കുന്നവർ, ഇന്ന് കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുന്നവർ ഈ സത്യം പുറത്തു വന്നാൽ, അതിൻ്റെ മുഴുവൻ തെളിവുകളോടെയും സത്യം പുറത്തു വന്നാൽ അന്നെങ്കിലും അംഗീകരിക്കാൻ തയ്യാറായാൽ മതി. അന്ന് നിരാശപ്പെടരുത് എന്ന് മാത്രമേ ഞങ്ങൾക്കതിനെ സംബന്ധിച്ച് പറയാനുള്ളൂ. ഞാൻ ഇത്തരമൊരു സന്ദർഭമായതുകൊണ്ടാണ്, പ്രത്യേകിച്ച് കോടതിയിൽ നിൽക്കുന്ന ഒരു വിഷയത്തിൽ പ്രതിയെന്ന കുറ്റാരോപിതനായി നിൽക്കുന്ന ഒരാൾക്ക് പറയാനുള്ള പരിമിതി കൊണ്ട് കൂടുതൽ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല എന്നുള്ളൂ. ജനങ്ങൾ, ഞാനിപ്പോൾ ഇന്നലെ അവിടെ വോട്ടർമാരെ കാണാൻ പോയപ്പോൾ ആയിരക്കണക്കിന് ആളുകളാണ് ഓരോ കേന്ദ്രത്തിലും വന്നുകൂടിയിട്ടുള്ളത്. അതവിടെ മനസ്സിലാക്കാൻ സാധിക്കും. പാർട്ടി കേന്ദ്രങ്ങളായതുകൊണ്ടൊന്നല്ല, ഇവർ നിരപരാധികളാണെന്നും ഈ കേസിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നാട്ടിലെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതിനെ തുടർന്നാണ് ജനങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തയ്യാറായി. താങ്കൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഈ കേസ് ചർച്ചയാകട്ടെ എന്ന് കരുതി തന്നെയാണ്? കേസ് ചർച്ചയാവാനൊന്നല്ല, ഇത് സത്യം ജനങ്ങൾ മനസ്സിലാക്കട്ടെ എന്നുള്ളത് കൊണ്ടാണ്. ഞങ്ങൾക്കിതിൽ ഒരു അങ്കലാപ്പുമില്ല. കാരണം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ സമുന്നതന്മാരായ മൺമറഞ്ഞു പോയ നേതാക്കന്മാർക്കെതിരായിട്ട് പോലും ഇതുപോലുള്ള കള്ളക്കേസുകൾ പല കാലങ്ങളിലുണ്ടായിട്ടുണ്ട്. എത്രയോ നേതാക്കന്മാരുടെ പേരിൽ കള്ളക്കേസുകൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ജീവിച്ചിരിക്കുന്ന സമുന്നതന്മാരായ നേതാക്കന്മാരുടെ പേരിൽ പോലും ഇതുപോലുള്ള ദുരാരോപണങ്ങളും കള്ളക്കേസുകളും ഒരുപാടുണ്ടായിട്ടുണ്ട് എന്ന് കാണാൻ, അതിനെയൊക്കെ അതിജീവിച്ചിട്ടാണ് വന്നത്. തീർച്ചയായും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും അതിൻ്റെ ജനകീയ അടിത്തറയെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെയാണ് ജനങ്ങൾ സമീപിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചും നല്ല ധാരണ പാർട്ടി പ്രവർത്തകർക്കുണ്ട്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർക്കുണ്ട്. അതാണ് താങ്കളുടെ ആത്മവിശ്വാസം. ശ്രീ നാസർ, ആ തരത്തിൽ രാഷ്ട്രീയമായ ഒരു തീരുമാനത്തിൻ്റെ പ്രകാരമാണ് ഇവിടെ കാരായി ചന്ദ്രശേഖരനും കാരായി രാജനും മത്സരിക്കുന്നത്, അല്ലാതെ അവരുടെ വ്യക്തിപരമായ താല്പര്യമോ ആഗ്രഹമോ തീരുമാനമോ അല്ല. സ്വാഭാവികമായും CPIM ഇങ്ങനെ രാഷ്ട്രീയമായ ഒരു തീരുമാനമെടുക്കണമെങ്കിൽ അതിന് കാരണവും ഉണ്ടാകുമല്ലോ. അവർ പറയുന്നത്, പിണറായി വിജയൻ തന്നെ വിശദീകരിച്ചത്, അത് ഞങ്ങളുടെ ബോധ്യമാണ് എന്നുള്ളതാണ്. തലശ്ശേരി പോലെ ഉള്ള ഒരു സ്ഥലത്ത് ഇങ്ങനൊരു വിഷയം കൂടി ചർച്ചയാക്കപ്പെടുകയാണ്, അല്ലെങ്കിൽ ചർച്ച സ്വാഭാവികമായും ഈ മത്സരത്തിൻ്റെ പരിസരത്തിൽ ആവുകയാണ്. നിങ്ങളതിനെ രാഷ്ട്രീയമായി എങ്ങനെ കാണുന്നു? തീർച്ചയായും അവരുടെ CPM-ൻ്റെ ബോധ്യവും അവരുടെ പ്രതീക്ഷയും കാരായിമാരെയും അതുപോലെ CPM-നെയും രക്ഷിക്കട്ടെ എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ ഇവിടെ പ്രശ്നം CPM മത്സരിക്കുന്നതിലെ നിയമപരമായ വശത്തെ നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല. കാരണം കുറ്റാരോപിതരായ ആളുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും കേസിൽ ഉൾപ്പെട്ട പ്രതികൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നിയമപരമായി സാധ്യമാണ് എന്നതുകൊണ്ടാണല്ലോ CBI കോടതി അനുമതി നൽകിയത്.
അതിൻ്റെ നിയമപരമായ സാങ്കത്യത്തെ നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ അതിൻ്റെ ഒരു ധാർമ്മിക പ്രശ്നമുണ്ട്. അത് ഇപ്പോൾ കേരളത്തിലെ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉന്നയിക്കുന്ന CPM-നെതിരായിട്ടുള്ള ഒരു ധാർമ്മിക വിമർശനമല്ല. കാരണം കുറച്ചുകൂടി കാത്തു നിന്നതിന് ശേഷം ഈ പൂർണ്ണമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു അഗ്നിശുദ്ധി വരുത്തി തങ്ങൾ കുറ്റവാളികളെല്ലാം നിരപരാധികളാണെന്ന് ബോധ്യപ്പെടുത്തി പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തി പൊതുമണ്ഡലത്തിൽ നിറഞ്ഞു നിന്നിരുന്ന ആളുകളാണ് ഇവർ. അപ്പോൾ അങ്ങനെ വരേണ്ടതിന് പകരം ഇപ്പോൾ കുറേ വർഷങ്ങളായി അവിടെ നിന്ന് ജാമ്യം കിട്ടാതെ നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്നു. ഫസൽ വധക്കേസ് CPM-നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. ആ രാഷ്ട്രീയ സാഹചര്യത്തെ മറികടക്കാൻ കുറേ നാളായി CPM തലശ്ശേരിയിൽ പ്രത്യേകിച്ചും കണ്ണൂർ ഭാഗത്ത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഞങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിന്നേ മതിയാവും. കാരണം സത്യം എന്ന് ഇനിയിപ്പോൾ ഇവർ പറയുന്നത് പോലെ സത്യം മറ്റൊന്നാണെങ്കിൽ അപ്പോൾ ആ സത്യം ഉൾക്കൊള്ളാൻ ഞങ്ങൾക്ക് പ്രശ്നമില്ല. നിങ്ങൾ അവിടെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണല്ലോ. 2012 ജൂൺ 12-ന് CBI കൊടുത്ത കുറ്റപത്ര പ്രകാരം വർഗീയ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് CPIM-നെതിരെയുള്ള അലിഗേഷൻ. അതിലേക്കാണ് ഞങ്ങൾ വരുന്നത്. അക്കാര്യത്തിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ബോധ്യം എന്താണ്? CPM-കാരായ പ്രതികളെ അറസ്റ്റ് ചെയ്യുമ്പോൾ ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണൻ അതിനുശേഷം അന്ന് പറഞ്ഞത് ഇത് എന്താണ്, ഇത് നേരത്തെ പറഞ്ഞ പ്രതികൾ CPM-കാരല്ല എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ TP ചന്ദ്രശേഖരൻ അതുമുണ്ടാകുമ്പോഴും വിധിച്ചു കഴിഞ്ഞൊരു കേസാണല്ലോ, അതിനെക്കുറിച്ച് പറയാമല്ലോ. TP ചന്ദ്രശേഖരൻ കേസിൽ ഒന്നാം പ്രതിയായ കൊടിസുനി തന്നെയാണ് ഈ കേസിലും ഒന്നാം പ്രതിയായിട്ടുള്ളത്. TP ചന്ദ്രശേഖരൻ കേസുണ്ടായപ്പോൾ കൊടിസുനി കൊട്ടേഷൻ സംഘാംഗമാണ്, പാർട്ടി അല്ല എന്ന് പറഞ്ഞു. ഇന്ന് തലശ്ശേരിയുടെ പല ഭാഗങ്ങളിലും നമുക്ക് CPM വെച്ച ബോർഡുകൾ കാണാം. 8 നിരപരാധികൾ 9 വർഷമായി പീഡനം അനുഭവിക്കുന്നു, അവരെ വേട്ടയാടുന്നു. 9 സഖാക്കൾ, 9 പേരല്ല 9 സഖാക്കൾ. അപ്പോൾ ആ സഖാക്കൾ കൊടിസുനിയും ഉണ്ടെങ്കിൽ ഒന്നുകിൽ കൊടിസുനി CPM അംഗമാണ്, അല്ലെങ്കിൽ ആദ്യം പറഞ്ഞ് തിരുത്തി പറയണം കൊടിസുനി കൊട്ടേഷൻ സംഘാംഗമാണ് എന്നത് തിരുത്തി പറയണം, അല്ലെങ്കിൽ CPM പ്രവർത്തകനാണ് എന്നുള്ളത്. ഇതിലേതാണ് ശരി? CPM ആണ് വ്യക്തമാക്കേണ്ടത്. ഒന്നുകൂടി ഇതിൽ CBI കണ്ടെത്തിയ ഈ ഗൂഢാലോചന കേസിലാണ് ഇവരെ പ്രതികളാക്കിയിട്ടുള്ളത്. അത് തെളിയിക്കേണ്ട ഒരു സംഗതിയാണ്. കോടതി വിധി ഇനിയും വരേണ്ട ഒരു സംഗതിയാണ്. അതിൽ ഇവർ നിരപരാധികളോ കുറ്റമുക്തരാകാം, അത് വേറൊരു പ്രശ്നം. പക്ഷേ ഇതിൽ കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരിക്കെ പിടിക്കപ്പെട്ടവർ CPM-കാരാണ്. CPM-മാരാണ് കേസിലെ പ്രതികൾ. പുതുതായൊന്നും CBI കണ്ടെത്തിയില്ല. ഗൂഢാലോചന മാത്രമാണ് CBI പുതുതായിട്ട് കൊണ്ടുവന്ന ഒരു നിയമപരമായ വശം. ശരി, അതിനു മുൻപ് പോലീസ് അന്വേഷണത്തിലെ പ്രതികൾ തന്നെയാണ് ഇപ്പോഴും കേസിലുള്ളത്. താങ്കളുടെ ആ വാദം അംഗീകരിക്കുന്നു. ശ്രീ എൻ ഷംസീർ, CBI-യുടെ കണ്ടെത്തലുകൾ അങ്ങേയറ്റം ഗുരുതരമാണ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ CBI കുറ്റപത്രത്തിൽ പറയുന്നത് തന്നെ അവിടെ ഈ വിഷയത്തിൽ വർഗീയ കാലുഷ്യം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. നോക്കൂ, തലശ്ശേരി പോലെ ചരിത്രമുള്ള ഒരു സ്ഥലത്ത് അവിടെ 70-കളിൽ വർഗീയ കലാപം ഉണ്ടായപ്പോൾ അങ്ങേയറ്റം മാതൃകാപരമായ നിലപാടാണ് CPIM സ്വീകരിച്ചിരുന്നത് എങ്കിൽ ഇവിടെ വർഗീയ കലാപം ഉണ്ടാക്കാൻ CPIM പോലെ ഒരു പാർട്ടി പ്രവർത്തിച്ചു എന്ന് CBI കണ്ടെത്തിയ കേസ് കൂടിയാണ് ഇതെന്ന് നമ്മൾ ആലോചിക്കണം. അത്രമേൽ CPIM-നെ സംബന്ധിച്ച് നിർണായകമായ കേസിലെ 2 പ്രതികളെയാണ് നിങ്ങൾ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറക്കുന്നത്. സ്വാഭാവികമായും ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടും. തലശ്ശേരിയിലെ ന്യൂനപക്ഷ കേന്ദ്രങ്ങളിലും ചർച്ച ചെയ്യപ്പെടും. ഇത് ചർച്ച ചെയ്യപ്പെടുന്നത് ഒരു തരത്തിലുള്ള പരുക്കും ഉണ്ടാക്കില്ല എന്ന് നിങ്ങൾക്ക് എന്താണ് ആത്മവിശ്വാസം? അഭിലാഷ്, മറുഭാഗത്ത് ചർച്ചയിലിരിക്കുന്ന നമ്മുടെ പോപ്പുലർ ഫ്രണ്ട് നേതാവ് നിങ്ങൾ ആരുടെ പക്ഷത്താണെന്ന് പറയാം? നിങ്ങളുടെ വേട്ടക്കാരുടെ പക്ഷത്താണോ, ഇരകളുടെ പക്ഷത്താണോ? സംഘ് പരിവാർ ഒരു ഭാഗത്ത് ഇടതുപക്ഷത്തെ കടന്നാക്രമിക്കാൻ ശ്രമിക്കുന്നത് എന്തിൻ്റെ പേരിലാണ്? മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ മുന്നിൽ നിന്നതിൻ്റെ പേരിലാണ്. ചരിത്രപരമായ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കണം. ഞാനതിലിപ്പോൾ അതിന് സമയമില്ല. നെഞ്ചത്ത് കൈവച്ച് KS നാസറിന് പറയാൻ പറ്റുമോ ഈ കൊലപാതകം CPM ആണ് നടത്തിയതെന്ന്? ഒരുപക്ഷെ വാദിച്ച് ജയിക്കാൻ വേണ്ടി നിങ്ങൾ ചാനലിൽ പറഞ്ഞേക്കാം ഞങ്ങളാണ് നടത്തിയത് എന്ന്. അതിനപ്പുറത്ത് മനസാക്ഷി കുത്തുണ്ടാവും നാസർ നിങ്ങൾക്ക്. ആ കൊലപാതകം നിങ്ങളുടെ നേതാക്കന്മാർക്ക് ഉൾപ്പെടെ അറിയാം ആരാണ് നടത്തിയതെന്ന്. നിങ്ങൾക്കുൾപ്പെടെ ബോധ്യമുള്ളൊരു കാര്യമാണ്. ഇവിടെ നിങ്ങൾ മറിയുവിനെ കൊണ്ടുവന്നു. മറിയു ബാല്യകാലം മുതൽ എനിക്കറിയുന്ന ആളാണ്. എൻ്റെ വീട്ടിനടുത്തുള്ള കുട്ടിയാണ്. വളരെ ചെറുപ്രായത്തിൽ ഞങ്ങൾക്കൊക്കെ പരസ്പരം പരിചയമുള്ള ആളാണ്. നിങ്ങൾ മറിവിനെ കൊണ്ടുവരാൻ ശ്രമിച്ച ആവേശം എന്തുകൊണ്ട് ഫസലിൻ്റെ സ്വന്തം ചോരയായ അബ്ദുറഹിമാനെ കൊണ്ടുവരാൻ ശ്രമിച്ചില്ല? ഇതേ ചർച്ചക്കകത്ത് അബ്ദുറഹിമാനും വന്നിരിക്കട്ടെ, അബ്ദുറഹിമാനോട് അഭിപ്രായം ചോദിക്കട്ടെ. അബ്ദുറഹിമാൻ പറയട്ടെ കൊന്നത് CPM ആണോ അല്ലെങ്കിൽ RSS ആണോ എന്ന്. നിങ്ങൾ അബ്ദുറഹിമാനെ കൊണ്ടുവരുന്നില്ലല്ലോ. അപ്പോൾ വളരെ കൃത്യമാണ് ഇതിൽ CPIM-നെ ദുർബലപ്പെടുത്തുക എന്നുള്ളതാണ്. പിന്നെ ന്യൂനപക്ഷ കേന്ദ്രങ്ങളെക്കുറിച്ച് ന്യൂനപക്ഷം CPIM-ന് ഒഴുകിപ്പോൾ ഞാൻ പറയാം. കഴിഞ്ഞ പാർലമെൻറ്റിൽ ഞാൻ മത്സരിച്ച ആളാണെന്ന് അഭിലാഷിന് അറിയാലോ. ഞാൻ ചെറിയൊരു നാരോ മാർജിനിൽ ഞാൻ പരാജയപ്പെട്ടു. പക്ഷേ തലശ്ശേരി അസംബ്ലി സെഗ്മെൻറ്റിൽ നിങ്ങൾ കാരായി രാജനെയും ചന്ദ്രശേഖരനെയും പ്രതിചേർത്ത് CBI കെട്ടിപ്പൊക്കിയ കള്ളക്കഥയിൽ വർഗീയ കലാപമുണ്ടാക്കി മതന്യൂനപക്ഷത്തിൻ്റെ വോട്ട് തട്ടിയെടുക്കാൻ ശ്രമിച്ചു എന്ന കഥ പ്രചരിപ്പിച്ചപ്പോൾ അവിടെ ആ അസംബ്ലി സെഗ്മെൻറ്റിൽ ഞാൻ ലീഡ് ചെയ്ത് 24,000 വോട്ടിനാണ്. നിങ്ങൾ പറഞ്ഞ പ്രകാരമാണെങ്കിൽ ന്യൂനപക്ഷം ഒഴുകിപ്പെടും. ഞങ്ങളെ അറിയാം അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക്. അവർക്കറിയാം ഈ ഗോഗോ വിളിക്കുന്നവരും ഈ മുദ്രാവാക്യം വിളിക്കുന്നവരും ഒന്നും അവരെ സംരക്ഷണത്തിൽ ഉണ്ടാവില്ല എന്ന്. അവിടെ സംരക്ഷിക്കാൻ ചെങ്കോടിയേന്തിയ കമ്മ്യൂണിസ്റ്റ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. വർഗീയ ശക്തികളിൽ നിന്നും വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ശക്തികളിൽ നിന്നും ഈ നാടിനെ രക്ഷിക്കാൻ ചെങ്കോടിയേന്തിയ കമ്മ്യൂണിസ്റ്റുകാരൻ ഉറക്കമൊഴിച്ചും കാവലിരിക്കും. പിന്നെ കൊലക്കേസിനെ കുറിച്ചെല്ലാം സുരേന്ദ്രൻ പറഞ്ഞല്ലോ.
ഈ സുരേന്ദ്രൻ, എന്നെക്കുറിച്ച് സുരേന്ദ്രൻ അഭിപ്രായം, ഞാൻ അത് ജനങ്ങൾ വിലയിരുത്തട്ടെ. ഞാൻ ധാർഷ്ട്യമുള്ള ആളാണോ ധിക്കാരിയാണോ എൻ്റെ ചർച്ചയെക്കുറിച്ചെല്ലാം സുരേന്ദ്രൻ മാർക്കിടേണ്ട കാര്യമില്ല, അത് ജനങ്ങൾ പറയട്ടെ. പിന്നെ സുരേന്ദ്രനാണ് ജനങ്ങൾ, സുരേന്ദ്രനെ പോലുള്ള ആളുകളാണ് കണ്ണൂരിൽ കുഴപ്പമുണ്ടാക്കുന്നത്. ഫുൾ ആംഡ് ബറ്റാലിയനോടുകൂടി പ്രസംഗിക്കാൻ വന്ന് കൊലവിളി നടത്തി സംഘർഷമുണ്ടാക്കി പോകുന്ന പ്രസംഗ ശൈലി ഇത് മാറ്റണം. പിന്നെ സമാധാനം കണ്ണൂരിൽ പുനഃസ്ഥാപിക്കപ്പെടണമെങ്കിൽ, കേരളത്തിൽ വർഗീയ കലാപം ഇല്ലാതിരിക്കണമെങ്കിൽ RSSന്റെ ശൈലി മാറ്റണം, പ്രവർത്തന ശൈലി. ഈ പ്രചാരകന്മാരായി വരുന്നവർ അവരാണ് സംഘർഷം ഉണ്ടാക്കുന്നത്. ഫസൽ ഒളിപ്പിച്ചിട്ടുള്ളത്, ഫസൽ കേസിലെ മറ്റൊരു പ്രതിയായിരിക്കുന്ന കൊയിലാണ്ടിക്കാരൻ വർഗീയ കലാപം ഉണ്ടാക്കാൻ സ്വന്തം പാർട്ടിക്കാരല്ല ശ്രമിച്ചതെങ്കിൽ എന്തിനാണ് കോടിയേരി ബാലകൃഷ്ണന്റെ പോലീസ് നിങ്ങളെ പാർട്ടിക്കാരെ അറസ്റ്റ് ചെയ്തത്? അതിനെന്താ മറുപടി ഇല്ലാത്തത്? BJP എന്തെങ്കിലും വിളിച്ചു പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ? ഇത് ഞാൻ ചോദിക്കട്ടെ, കൂടുതൽ UDFന് മുസ്ലിം വോട്ട് കിട്ടാനേ സഹായകരമാവുള്ളൂ. ഞങ്ങളുടെ ആശങ്ക അതാണ്. ഞങ്ങൾക്കല്ല മറ്റൊരാശങ്കയുമില്ല. ഈ മാതിരി വിഡ്ഢിത്തുണ്ടല്ലോ ഷംസീറെ, പോത്ത് ഫെസ്റ്റിവൽ രാവിലെ എണീച്ചിട്ട് ഷംസീർ വക, എന്നിട്ട് പള്ളി പോവാ വെള്ളിയാഴ്ച. അപ്പൊ മുസ്ലിങ്ങള് മൊത്തത്തില് CPM വിട്ടിട്ട് കോൺഗ്രസിലേക്ക് പോവാണ്, UDFലേക്ക് പോവാണ്. ഇത് വലിയൊരു അപകടമാണ്. കേരളത്തിൽ മതന്യൂനപക്ഷങ്ങളെ ഏകീകരിക്കുകയാണ്. ഈ ബുദ്ധിയില്ലാത്ത രാഷ്ട്രീയം ഉണ്ടല്ലോ നിങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത്. അതിനെയാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ബോധ്യമാവും എന്തിനാണ് നിങ്ങൾ മതന്യൂനപക്ഷങ്ങളെ ആശങ്കയിലാക്കി ഭീഷണിപ്പെടുത്തി UDFന്റെ പാളയത്തിലേക്ക് അയക്കുന്നത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 4-5 സീറ്റ് എങ്ങനെയാണ് പോയത്? നാദാപുരത്ത് നിങ്ങൾ പോയല്ലോ. ഇതേ പറയുന്ന നാദാപുരം സെഗ്മെന്റില് കുറ്റ്യാടി ഭാഗത്തൊക്കെ എന്താ കഴിഞ്ഞ തവണ സംഭവിച്ചത്? അതൊക്കെ പരിശോധിക്കപ്പെടേണ്ടതാണ്. CPM പരിശോധിച്ചിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾ UDFന് അനുകൂലമായിട്ടുള്ള സ്ഥിതി ഉണ്ടാക്കി കൊടുക്കുകയാണ്. മതന്യൂനപക്ഷങ്ങളെ ഭയപ്പെടുത്തി അങ്ങോട്ട് ഓടിക്കുകയാണ്. മറുവശത്ത് ഹിന്ദുക്കളും പോവാണ്, പിന്നെ ന്യൂനപക്ഷങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് UDFലേക്ക് പോവാണ്. എന്തിനാണ് ഇത്തരം അവിവേകമായിട്ടുള്ള അഹങ്കാരം നിറഞ്ഞ രാഷ്ട്രീയം നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത്? ശരി, ആ ചോദ്യമാണ് താങ്കൾ ചോദിക്കാനുള്ളത്. ഋഷികേശ് നാസർ, ഞാൻ നേരത്തെ ചോദിച്ചിരുന്നു, ഇത് CPIM ചെയ്തതാണോ എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ബോധ്യമുണ്ടോ? CBI കണ്ടെത്തിയതുപോലെ അവിടെ വർഗീയ കലാപം ഉണ്ടാക്കാൻ CPIM ശ്രമിച്ചു. ഒരു NDF-കാരനെ കൊന്നിട്ട് രക്തം പുരണ്ട തൂവാല RSS കാര്യവാഹകന്റെ വീടിന് മുറ്റത്ത് കൊണ്ടുപോയിട്ട് അവിടെ ഒരു വർഗീയ കാലുഷ്യം ഉണ്ടാക്കാൻ CPIM ആണ് ശ്രമിച്ചത് എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾ അവിടെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണല്ലോ, നിങ്ങളെ സംബന്ധിച്ച് ബോധ്യമുണ്ടോ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ CPM അത്തരത്തിലൊരു വർഗീയ കലാപത്തിന് ശ്രമിക്കുന്ന ഒരു ചരിത്രം CPM-നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പക്ഷേ CPM-ന്റെ ഇതേവരെയുള്ള ചില നടപടികളിൽ സംശയകരമായ ചില സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ വികസിച്ചു വരുന്ന വർഗീയ ധ്രുവീകരണത്തിൽ ചില ഘട്ടങ്ങളിൽ CPM-ന് കാലിടറിപ്പോയിട്ടുണ്ട്. പലപ്പോഴും ഭൂരിപക്ഷ വർഗീയതയെ താലോലിക്കുന്ന അല്ലെങ്കിൽ അതിനെ ന്യൂനപക്ഷ സംരക്ഷണത്തിനെതിരായി ഭൂരിപക്ഷ വർഗീയതയെ പ്രതിസ്ഥാപിക്കുന്ന ഒരു സമീപനം CPM-ന് ചില ഘട്ടങ്ങളിലൊക്കെ സ്വീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം ഇത് കോടതി നിൽക്കുന്നൊരു കാര്യമാണ്. കോടതിയിലാണ് തെളിവുകളുള്ളത്, കോടതിയിലാണ് കേസുള്ളത്. അത് കോടതിയാണ്. ഞാൻ ചോദിക്കുന്നത് ഇതിൽ രാഷ്ട്രീയമായി പോപ്പുലർ ഫ്രണ്ടിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ SDPI-യെ സംബന്ധിച്ച് ഇതിൽ രാഷ്ട്രീയമായി നോക്കൂ, ഇതൊരു വലിയ പ്രശ്നമായി വരുമ്പോൾ നിങ്ങൾ ഏത് പക്ഷത്താണ് അവിടെയുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ നേരത്തെ ഷംസീർ ചോദിക്കാൻ ശ്രമിച്ചതുപോലെ ഈ കൊലപാതകം RSS ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതാണ് എന്ന് CPIM ആവർത്തിച്ച് പറയുന്നു. കേസ് CPIM പ്രവർത്തകർക്കെതിരെയാണ്. കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോൾ കേരള പോലീസ് എടുത്ത കേസാകട്ടെ, അതിനുശേഷം CBI എടുത്ത കേസാകട്ടെ, കേസ് CPIM പ്രവർത്തകർക്കെതിരെയാണ്. സ്വാഭാവികമായും നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണ് എന്നറിയാനുള്ള താല്പര്യമുണ്ട്. ഞങ്ങൾ ചിന്തിക്കുന്നത്, ഞങ്ങളെ സംബന്ധിച്ചുള്ള കേസ് കോടതിയിലാണ്. പ്രതികളെ കണ്ടെത്തേണ്ടത് അന്വേഷണ സംഘമാണ്. കോടിയേരിയുടെ അന്വേഷണ സംഘമാണ് പ്രതികൾ ഇന്നവരാണെന്ന് കണ്ടെത്തിയത്. ഞങ്ങൾ നിസ്സഹായരാണല്ലോ. ഇവിടെ നിയമവാഴ്ച നിലനിൽക്കുന്ന ഒരു രാജ്യമല്ലേ. അവിടെ പോലീസ് അന്വേഷണ സംഘം കണ്ടെത്തിയ ആ പ്രതികൾ കുറ്റവാളികളല്ല എന്ന് കോടതിയിലാണ് സ്ഥാപിക്കുന്നത്. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മറിച്ചുള്ള തെളിവുകൾ, ബോധ്യപ്പെടാവുന്ന തെളിവുകൾ ഞങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടില്ല. ഇപ്പോൾ ഷംസീർ സൂചിപ്പിക്കുകയുണ്ടായി, അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്ത് കരായ രാജന് സൂചിപ്പിക്കുകയുണ്ടായി, പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാക്കന്മാർക്ക് അറിയാമെന്ന്. അങ്ങനെ ഞങ്ങൾ CPM-നെ എന്തിനാണ് വേട്ടയാടുന്നത്? എന്തുകൊണ്ടും സംഘപരിവാറിനേക്കാൾ ഞങ്ങൾ ആഭിമുഖ്യം പുലർത്തേണ്ട കേരളത്തിലെ ഒരു പ്രബല രാഷ്ട്രീയ സംഘടന CPM ആണെന്നിരിക്കെ ഈ ന്യൂനപക്ഷങ്ങൾക്കെതിരെ തേർവാഴ്ച നടത്തുന്ന, ചോരക്കളി നടത്തുന്ന സംഘപരിവാറിനെതിരെ ഞങ്ങൾക്ക് വിശ്വസിച്ച് ആശ്രയിക്കാവുന്ന ഒരു സഖ്യകക്ഷിയും സുഹൃത്തും CPM ആണെന്നിരിക്കെ CPM-നെ അനാവശ്യമായി വേട്ടയാടുക എന്നുള്ളത് ഞങ്ങളുടെ രാഷ്ട്രീയത്തിന് ചേർന്നതല്ല. ഇവിടെ പ്രശ്നം ഒരു കൊലക്കേസാണ്. ഞങ്ങളുടെ പ്രവർത്തകൻ കൊല്ലപ്പെട്ടു. അതിൻ്റെ നിയമപരമായ സംഗതികൾ ഇങ്ങനെയാണ്. അതിന് മറിച്ചുള്ള തെളിവുകൾ ലഭ്യമല്ലാത്തിടത്തോളം ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ ഈ CPM-കാർ പറയുന്നത് ഏറ്റുപറയാൻ ഞങ്ങൾക്ക് അങ്ങനെ ഒരു സ്വാഭാവിക സഖ്യകക്ഷിയായി SDPI-ക്ക് കാണാൻ പറ്റുന്ന പാർട്ടി CPIM ആണോ? 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തലശ്ശേരി മണ്ഡലത്തിൽ NDF നിങ്ങളെ സഹായിച്ചു എന്നുള്ളതായിരുന്നു ഒരു കഥ. പക്ഷേ അതിനുശേഷം ഒരു CPIM പ്രവർത്തകൻ അവിടെ തേജസ് പത്രത്തിൻ്റെ ഏജന്റ് ആയപ്പോൾ, NDF-കാരനായപ്പോൾ, NDF-ലേക്ക് കൂടുതൽ സുഹൃത്തുക്കളെ ആകർഷിച്ചപ്പോൾ അയാളെ കൊന്നുകളഞ്ഞു എന്നുള്ളതായിരുന്നു പിന്നീടുള്ള പോലീസിൻ്റെ കണ്ടെത്തൽ. CBI-യുടെ കുറ്റപത്രവും ഏറെക്കുറെ അതനുസരിച്ചാണ്. CPIM-ഉം NDF-ഉം തമ്മിൽ സംഘർഷത്തിന് യാതൊരു സാധ്യതയുമില്ലാത്ത ഇടമാണോ തലശ്ശേരി?
ഞങ്ങളൊരു കാര്യം പറയാം. പോപ്പുലർ ഫ്രണ്ട് അത്രമാത്രം വലിയ ശക്തിയൊന്നുമല്ലല്ലോ. പോപ്പുലർ ഫ്രണ്ടിനെ ഞങ്ങൾ എന്തിനെ എതിരിടണം? പോപ്പുലർ ഫ്രണ്ടും ഞങ്ങളും ഒരു തരത്തിലും യോജിക്കില്ല. കാരണം RSS ഹിന്ദു വർഗീയത പ്രചരിപ്പിക്കാൻ ശ്രമിക്കുമ്പം പോപ്പുലർ ഫ്രണ്ട് മുസ്ലിം വർഗീയത പ്രചരിപ്പിക്കുന്നു. ഞങ്ങൾ ഈ രണ്ട് വർഗീയതക്കും എതിരാ. അതുകൊണ്ടാണല്ലോ പോപ്പുലർ ഫ്രണ്ടുകാരൻ ഞങ്ങളുടെ ദിലീപിനെ കൊന്നത്, പോപ്പുലർ ഫ്രണ്ടുകാരൻ ഞങ്ങളുടെ വിനീഷിനെ കൊന്നത്, അതുപോലെ തന്നെ RSS ഞങ്ങളുടെ രജീഷിനെ കൊന്നത്, RSS ഞങ്ങളുടെ മനോജിനെ കൊള്ളുന്നത്. ഈ രണ്ട് ശക്തികളും ഭയപ്പെടുന്നത് ഞങ്ങളെ. കാരണം ഇവർക്കറിയാം CPIM എന്ന ഇടതുപക്ഷ പാർട്ടി നിലനിന്നാൽ ഇവരുടെ അജണ്ട നടപ്പിലാക്കാൻ സാധിക്കില്ല എന്ന്. പിന്നെ ഈ സത്യം അറിഞ്ഞിട്ടും എന്തുകൊണ്ട് പോപ്പുലർ ഫ്രണ്ട് അതിനകത്ത് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്ന ചോദ്യമുണ്ട്. പോപ്പുലർ ഫ്രണ്ട് എന്തുകൊണ്ട് ഫസൽ കൊലക്കേസിനകത്ത് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നു? അതിനൊരു പൊളിറ്റിക്സ് ഉണ്ട്. പോപ്പുലർ ഫ്രണ്ടിന് തലം ഹിന്ദു വിഭാഗത്തിന്റെ വോട്ട് കിട്ടില്ല. പോപ്പുലർ ഫ്രണ്ടിന് വോട്ട് കിട്ടുന്നത് മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെതാണ്. ആ മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ വോട്ട് പോപ്പുലർ ഫ്രണ്ടിൽ കിട്ടണമെങ്കിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങളെ കൊന്നൊടുക്കുന്ന പാർട്ടിയാണ് CPIM എന്ന് സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കണം. ഞാൻ ചോദിച്ചോട്ടെ, ഞങ്ങളുടെ ഇതൊക്കെ ഇവിടെ വന്ന് പലരും കുരുടൻ ആനയെ കൊണ്ട് ചർച്ച ചെയ്യുക. ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾക്ക് അറിയുന്ന സ്ഥലങ്ങൾ ഇതൊക്കെ. എവിടെയാണ് തേജസിന്റെ പത്രം കൂടിയത് പറയണ്ടേ? ഈ CBIയുടെ ഏതൊരു വെളിവില്ലാത്ത ഉദ്യോഗസ്ഥൻ എഴുതി വെച്ച കുറ്റപത്രം, അതിനകത്ത് CPMനെ വളരെ ബോധപൂർവ്വം പിടിക്കുക എന്ന അജണ്ട വെച്ചുകൊണ്ട് അതിന് പിന്നിലും കുറെ ആളുകളുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങളെല്ലാം പറയും. കുറച്ച് കഴിഞ്ഞാൽ ഈ കേസിന് ശേഷം ചില കാര്യങ്ങൾ ഞങ്ങൾ പുറത്തു പറയും. വീണ്ടും ചർച്ചയിലേക്ക്. ശ്രീ കാരായി രാജൻ, താങ്കളായിരിക്കുമോ അടുത്ത കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്? ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആരായിരിക്കും എന്നൊക്കെ തീരുമാനം അവിടെ വരട്ടെ. പക്ഷേ അതിനു മുമ്പ് എനിക്കൊന്ന് പറയാനുള്ളത്, അവിടെ ഇപ്പോൾ DCC പ്രസിഡന്റ് K. സുരേന്ദ്രൻ വലിയ ആക്ഷേപങ്ങളൊക്കെ ഉന്നയിക്കുമ്പോൾ തൊട്ടടുത്ത് KPCC സെക്രട്ടറി ആയിട്ടുള്ള തലശ്ശേരി ജീവിക്കുന്ന VA നാരായണൻ എന്ന് പറയുന്ന ആൾ അടുത്തുണ്ടായിരുന്നു. ഇപ്പോൾ ആ വിഷയത്തിൽ കണ്ടു. അവരോടൊക്കെ ചോദിച്ചാൽ രാജനും ചന്ദ്രശേഖരനും ഒക്കെ ആരായിരുന്നുവെന്നും അവരൊക്കെ ഈ എന്തെങ്കിലും കുറ്റകൃത്യത്തിൽ പങ്കെടുത്തവരാണോ എന്ന് അവരെങ്കിലും പറയുമോ എന്ന് അവരവിടെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഞങ്ങളെ കുറ്റപ്പെടുത്താനും ഞങ്ങളെ ഇങ്ങനെ വേട്ടയാടാനും തീരുമാനിക്കുമ്പോൾ ഇതൊന്നും അംഗീകരിക്കാത്ത കോൺഗ്രസ് നേതാക്കന്മാരും PDP ഈ NDFൻ്റെ നേതാക്കന്മാരും RSSൻ്റെ നേതാക്കന്മാരും ഒക്കെ അവിടെ ഉണ്ട് എന്ന് എല്ലാവർക്കും മനസ്സിലാവും. ഒരു കാര്യം ഞാൻ പറയാം, ഈ സത്യം സൂര്യശോഭയോടുകൂടി സമീപഭാവിയിൽ പുറത്തു വരുമ്പോൾ അന്ന് പലരും നിരാശപ്പെടേണ്ടി വരും എന്ന് മാത്രമാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആവാനൊന്നും എന്നോടിപ്പോൾ പാർട്ടി ആവശ്യപ്പെട്ടിട്ടില്ല. അത് മുന്നണിയും അവിടുത്തെ പാർട്ടിയും തീരുമാനിക്കുമ്പോൾ വരുന്ന കാര്യം മാത്രമാണ്. ശരി. ശ്രീ നാസർ, ആരാണ് നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ, തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണല്ലോ നമ്മൾ ഈ ചർച്ച ചെയ്യുന്നത്, നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ വലിയ ശത്രു? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിൽ ഞങ്ങൾ മുഖ്യ ശത്രുവായി കാണുന്നത് RSS നിയന്ത്രിക്കുന്ന BJP അടക്കമുള്ള സംഘപരിവാര ഫാഷിസ്റ്റ് സംഘടനകളാണ്. ഈ വർഗീയ സംഘടനകളാണ് ഞങ്ങളുടെ ശത്രു. ബാക്കി മറ്റ് രാഷ്ട്രീയ പാർട്ടികളോട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ആഭിമുഖ്യമോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ശത്രുത ഞങ്ങൾക്കില്ല. നിലപാടുകളുടെ ഈ സ്ഥാനാർത്ഥിത്വത്തിന്റെ പശ്ചാത്തലത്തിൽ കാരായി രാജനും കാരായി ചന്ദ്രശേഖരനും സ്ഥാനാർത്ഥികളാകുന്നത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ എങ്ങനെ ബാധിക്കുമെന്നാണ്? നിങ്ങളവിടെ സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിക്കുകയാണല്ലോ. തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ കേസിലെ, ഞങ്ങളുടെ ഒരു പ്രവർത്തകൻ കൊല്ലപ്പെട്ട കേസിലെ പ്രതികളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ മുമ്പിൽ ഉയർന്നു വരുന്ന ഏറ്റവും വലിയ ഒരു രാഷ്ട്രീയ ധാർമ്മികതയുടെ പ്രശ്നമാണ്. അപ്പോൾ ഞങ്ങളുടെ പക്ഷത്ത് നിൽക്കുക, സത്യത്തിൻ്റെ പക്ഷത്ത് നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ CPMനെ രാഷ്ട്രീയമായി ഈ ഒരു കാര്യത്തിൽ മാത്രം ഞങ്ങൾക്ക് അവിടെ നേർക്കുനേരെ രാഷ്ട്രീയമായി പൊരുതുമ്പോൾ ഈ ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് സത്യം തുറന്നു പറയേണ്ടി വരും. സത്യം തുറന്നു പറയുക ഇല്ല എന്നുള്ളതല്ല ശ്രീ നാസർ ഞാൻ ചോദിക്കുന്നത്. തലശ്ശേരി പോലെ ന്യൂനപക്ഷ മതവിഭാഗങ്ങൾ ധാരാളമുള്ള സ്ഥലത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട അജണ്ടയായി നിങ്ങൾ ഇതാ ന്യൂനപക്ഷ സമുദായത്തിൽ പെട്ട ഒരു ചെറുപ്പക്കാരനെ ദാരുണമായി കൊല ചെയ്യാൻ കൂട്ടുനിന്ന ആളുകളെ ഇവർ സ്ഥാനാർത്ഥികളാക്കിയിരിക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ മുഖ്യ പ്രചരണ വിഷയമാകുമോ? അതാണോ തെരഞ്ഞെടുപ്പ് അജണ്ട എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ പറയുന്നത് തലശ്ശേരിയിൽ മാത്രമല്ലല്ലോ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്, കണ്ണൂർ ജില്ലയിൽ മാത്രമല്ല കേരളത്തിൽ മുഴുവൻ നടക്കുന്ന ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണിത്. അത് അവിടുത്തെ ഒരു പ്രത്യേക പ്രശ്നം മുൻനിർത്തി മാത്രം ഒരു സംഘടനയ്ക്ക്, ഒരു പാർട്ടിക്ക് ഒരു രാഷ്ട്രീയ നയം കൈക്കൊള്ളുക സാധ്യമല്ല. പ്രത്യേകിച്ചും CPMോ അല്ലെങ്കിൽ ഇതര മതേതര കക്ഷികളോ ഞങ്ങളുടെ ശത്രു അല്ലാതിരിക്കെ ഈ ഒരു വിഷയത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അവിടെ മത്സരിക്കുന്നു. അത് ഈ ഒരു പ്രശ്നം ഇവർ മത്സരിക്കുന്ന സാഹചര്യത്തിലാണ്. അവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഞങ്ങളുടെ ബോധ്യങ്ങളും ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളും ജനങ്ങളോട് തുറന്നു പറയേണ്ടി വരും. അവിടെ CPMനെ സംബന്ധിച്ചിടത്തോളം അവർ ഇപ്പോൾ പ്രചരിപ്പിക്കുന്ന NDF നേതാക്കന്മാർക്കറിയാം, പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾക്കറിയാം എന്ന് പറയുന്ന കാര്യങ്ങൾ പരസ്പരം ഇങ്ങനെ പറയുന്നതിനപ്പുറം ഇത് കോടതിയിൽ കൊണ്ടുവരേണ്ട തെളിവുകളാണ്. ശരി. ശ്രീ AN ഷംസീർ, കാരായി രാജനെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും കാരായി ചന്ദ്രശേഖരനെ തലശ്ശേരി നഗരസഭാ ചെയർമാനും ആക്കുക വഴി CPIM, കണ്ണൂരിലെ CPIM കേരളത്തോട് എന്തു പറയുന്നു?
ഇവിടെ അതിനു മുമ്പ് അഭിലാഷ് കൊലക്കേസ് പ്രതികളെക്കുറിച്ചൊക്കെ സൂചിപ്പിച്ചല്ലോ. ഈ കതിരൂർ പഞ്ചായത്തിനകത്ത് പവിത്രന്റെ കൊലപാതക കേസിലെ പ്രതി ശ്രീജേഷ് മത്സരിക്കുന്നുണ്ട്. അത് സുരേന്ദ്രനോടൊന്ന് പറഞ്ഞു കൊടുക്കും കേട്ടോ അഭിലാഷേ. സുരേന്ദ്രൻ ഇപ്പോൾ ചർച്ചയിലുണ്ടോ എന്ന് എനിക്കറിയില്ല. സുരേന്ദ്രൻ വിളിച്ചു പറയണം. കതിരൂരിലെ പവിത്രനെ കൊന്ന കേസിൽ BJP-കാരനായ ശ്രീജേഷ് മത്സരിക്കുന്ന കാര്യം. പക്ഷെ അതൊരു വിഷയമല്ല. ഇവിടെ അതേ സമയം തന്നെ ഇവിടെ പോത്ത് ഫസ്റ്റ് കണ്ടോ, എന്തൊരു അഹങ്കാരമാണ്. പോത്ത് ആട്ടിറച്ചി തിന്ന ഒരാളെ പോത്തിറച്ചി തിന്നു എന്ന് പറഞ്ഞ് തല്ലിക്കൊന്ന പാർട്ടിയുടെ നേതാവാണ് ഈ പറയുന്നത് സുരേന്ദ്രൻ. അതുമാത്രമല്ല, മതസ്പർദ്ധ വളർത്തി ആളുകളെ കൊല്ലിക്കുന്ന ഈ വിഭാഗീയ വർഗീയ രാഷ്ട്രീയത്തിന്റെ വക്താവാണ് സുരേന്ദ്രൻ. RSSന്റെ ഈ വിഭാഗീയ രാഷ്ട്രീയത്തിനെതിരെ ഇന്ത്യയിലെമ്പാടും സാഹിത്യകാരന്മാരും കഥാകാരന്മാരും തങ്ങൾക്ക് ലഭിച്ച പ്രശസ്തി പത്രങ്ങൾ തിരിച്ചു കൊടുക്കുന്ന ഘട്ടത്തിൽ അതാണ് ചർച്ച ചെയ്യേണ്ടത്. അത് മാത്രമല്ല, സുധീന്ദ്ര കുൽക്കർണി എന്ന് പറയുന്ന വാജ്പേയിയുടെ വിശ്വസ്തന്റെ മുകളിൽ കൊണ്ടുപോയി കരിയൊലിച്ച രാഷ്ട്രീയം. തീർച്ചയായും ആ രാഷ്ട്രീയം കഴിഞ്ഞ രണ്ടാഴ്ചയെങ്കിലുമായി നിരന്തരം ഈ പരിപാടിയിൽ അടക്കം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു ചർച്ച നടക്കേണ്ടിയിടത്ത് ഇങ്ങനെ ഒരു ചർച്ച കൂടി വരാൻ എന്താണ് നിമിത്തമായത് എന്നുള്ളതിൽ മാത്രമാണ് അതിൽ അഭിപ്രായ വ്യത്യാസം. ഇത്തരം വിഷയങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള വ്യത്യസ്തമായ നിലപാട് ഞങ്ങളെ സംബന്ധിച്ചില്ലതാണ്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന്. ഒപ്പം ശ്രീ കെ സുരേന്ദ്രൻ, കണ്ണൂർ DCC പ്രസിഡന്റ് ശ്രീ കെ സുരേന്ദ്രൻ, ഒപ്പം ശ്രീ KH നാസർ, ശ്രീ കാരായി രാജൻ. ഇടവേളയ്ക്ക് ശേഷം വ്യത്യാസം അവർ കാണാം. നമസ്കാരം.